വെൽക്കം ടു ധനം ബിസിനസ് കഫേ. ഇന്ന് ബിസിനസ് കഫേയിൽ നമ്മളോടൊപ്പം ഉള്ളത് അനു ആൻഡ് രേഷ്മയാണ്. ഈ പേരുകൾ നിങ്ങൾ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ ഫെമിലിയർ ആയിരിക്കും ഇവരുടെ ബ്രാൻഡിനെ കുറിച്ച് നിങ്ങൾക്ക് കേൾക്കുന്നത്. യെസ്, ദേ ആർ ദ മാസ്റ്റർ ബ്രെയിൻസ് ബിഹൈൻഡ് ദ ക്ലോത്തിംഗ് ബ്രാൻഡ്, ദ വെരി ഫേമസ് Level Up. ഹലോ ഗായ്സ്, വെൽക്കം ടു ധനം ബിസിനസ് കഫേ. ഈ വിമൺ ഓൺട്രപ്രണിയേഴ്സ് പറഞ്ഞൊരു ടേം യൂഷ്വലി നമ്മൾ കുറച്ച് ഹൈബ്ഡ് ആയിട്ട് വെക്കുന്ന ഒരു ടേം ആണല്ലേ. പക്ഷെ നിങ്ങളെ നോക്കിക്കഴിയുമ്പോൾ യു ആർ വെരി സക്സസ്ഫുൾ വിമൺ ഓൺട്രപ്രണിയേഴ്സ്. ഡെഫിനറ്റ്ലി ആ ഒരു ജേർണി അത്ര ഈസി ഒന്നും അല്ല. സോ ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു സ്പോട്ടിനെ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? നമ്മളുടെ ഈ ഒരു ജേർണി തുടങ്ങിയിട്ട് തന്നെ 18 years ആയി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേപോലെ ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു ഈ ഡിസൈനിങ്ങും ഡ്രസ്സ് ചെയ്ത് നടക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും, എല്ലാ പെണ്ണുങ്ങൾക്കും, എല്ലാ സ്ത്രീകൾക്കും പൊതുവേ ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഞങ്ങളതൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് 18 years മുന്നേ ഞങ്ങൾ തീരുമാനിച്ചു. സോ ഫസ്റ്റ് നമ്മൾക്ക് അങ്ങനെ അറിയത്തൊന്നുമില്ലായിരുന്നു ഇത് എവിടുന്ന് സോഴ്സ് ചെയ്യും, എങ്ങനെ സോഴ്സ് ചെയ്യും എന്ന്. നമുക്കറിയാം ഇതിൻ്റെ ഒറിജിൻ, ലൈക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടുന്നത് കൂടുതലായിട്ടും നോർത്തിൽ നിന്നാണെന്ന് അറിയാം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നുള്ളൂ. അപ്പം ആ ഒരു തോട്ട് വെച്ചിട്ട് നമ്മൾ ജയ്പൂർ, ബോംബെ, ഡൽഹി മാർക്കറ്റ്സ് ഒക്കെ ഒന്ന് വിസിറ്റ് ചെയ്തു. വിസിറ്റ് ചെയ്തപ്പോഴും ഞങ്ങൾക്ക് ആക്ച്വലി ഞങ്ങളുടെ ടേസ്റ്റിനുള്ള, അതായത് നമ്മളുടെ ടേസ്റ്റിൽ ഉള്ള സാധനങ്ങൾ അവിടെ അധികമൊന്നും കാണാൻ പറ്റിയില്ല. പക്ഷെ തുടങ്ങാം എന്നുള്ള ഒരു ഇതിൽ നമ്മൾ കുറച്ച് നമ്മളുടെ ടേസ്റ്റിലുള്ള സാധനങ്ങൾ ഹാൻഡ് പിക്ക് ചെയ്തുകൊണ്ടേ വെച്ചു. നമ്മുടെ സെലക്ഷൻ ഇഷ്ടപ്പെട്ട് കസ്റ്റമേഴ്സ് വന്നു തുടങ്ങി. അങ്ങനെ കുറച്ച് പോപ്പുലറായി. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമ്മൾക്ക് കംപ്ലീറ്റ് ആയിട്ടൊരു പ്രൊഡക്റ്റ് നമ്മളുടെ ഇഷ്ടത്തിന് കിട്ടുന്നില്ല. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്കതിൻ്റെ കളർ ഇഷ്ടമാവും, അപ്പോൾ വർക്ക് കുറച്ച് സ്ലൈറ്റ്ലി കൂടുതലായിരിക്കും. നമ്മൾക്ക് കേരളത്തിൽ അത്രയും ഹെവി വർക്ക്ഡ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും പോകത്തില്ല. ഇനി വർക്ക് സട്ടിലാണ്, മിനിമൽ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ കളേഴ്സ് ഭയങ്കര ബ്രൈറ്റ് ആയിരിക്കും. അത്രയും ബ്രൈറ്റ് ആയിട്ടുള്ള ലൈക്ക് ബ്രൈറ്റ് മജന്ത, അങ്ങനെ ബ്രൈറ്റ് ഓറഞ്ച് കോമ്പിനേഷൻസ് ഒക്കെ ആണെങ്കിലും ഭയങ്കര എന്താ പറയുക, നമ്മളുടെ നാട്ടിൽ പോകാത്ത തനിയൊരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റിലുള്ള ആ ഒരു ഇതായിരിക്കും. അപ്പോഴാണ് ഞങ്ങൾ രണ്ടുപേരും ചിന്തിച്ചാൽ ഓക്കെ നമുക്ക് ഡിസൈൻ ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ചത്. കേരളത്തിൽ കൂടുതലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും പൊതുവെ സട്ടിൽ പാലറ്റ്സാണ് ഇഷ്ടം, കളർ പാലറ്റ്സാണ് ഇഷ്ടം. അപ്പം അതിൽ ഞാൻ ഭയങ്കര സട്ടിലും അനു കുറച്ചൊരു ബ്രൈറ്റർ ടോണ്. അപ്പം രണ്ടും കൂടെ മിക്സ് ആയപ്പോഴത്തേക്കും ഒരു ബാലൻസ് വന്നു. അപ്പോൾ കടയിൽ വന്നു കഴിഞ്ഞാൽ സട്ടിൽ വേണ്ടവർക്ക് സട്ടിലുണ്ട്, കുറച്ചൊരു ഡീപ്പ് ഡാർക്ക് ബ്രൈറ്റ് ടോൺ വേണ്ടവർക്ക് രണ്ടും ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു എന്താ പറയാ ഒരു ബിഗിനിങ്. യെസ്, ബിഗിനിങ്. ഓക്കെ. എന്നിട്ട് പിന്നെ നമ്മൾക്ക് വർക്ക് പ്ലേസ്മെന്റ്സ് ഒക്കെ വളരെ മിനിമൽ ആയിട്ടും ഇത് ചെയ്തും ഇപ്പോൾ അതിന് ഭയങ്കര ഒരു അപ്രിസിയേഷൻ കിട്ടി. അപ്പം മന്നത്തിന്റെ സൽവാർ സ്യൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുണീക്ക് ആയിരുന്നു, വേറെ എവിടെയും കിട്ടത്തില്ല. കാരണം അത് നമ്മൾ തന്നെ ഓൺ പ്രൊഡക്ഷനാണ്. അപ്പോൾ അത് ഭയങ്കരമായിട്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ബ്രൈഡൽ വെയർ സ്റ്റാർട്ട് ചെയ്താലോ എന്ന് വിചാരിച്ചത്. ഈവൻ ബ്രൈഡൽ വെയർ ആണെങ്കിലും നമ്മൾ പോയി വലിയ വലിയ ടെക്സ്റ്റൈൽ, ഒരു കല്യാണം എന്ന് പറയുമ്പോഴത്തേക്കും ബ്രൈഡ്സ് പൊതുവേ പോയി ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയി അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അത് കസ്റ്റമൈസ് ചെയ്യാൻ അധികം ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മളിപ്പം എൻ്റെയൊക്കെ കല്യാണത്തിൻ്റെ സമയത്താണെങ്കിലും എനിക്ക് അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അത് ചെയ്യിപ്പിച്ചെടുക്കാനോ അല്ലെങ്കിൽ അത് എവിടെയാ അങ്ങനെ പറഞ്ഞാൽ ചെയ്ത് കിട്ടുന്നതെന്നൊന്നും അങ്ങനെ അറിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സമയത്താണ് നമ്മൾ ബ്രൈഡൽ ബുട്ടീക്ക്, എന്നാൽ വൈനോട്ടൊരു ബ്രൈഡൽ ബുട്ടീക്ക് എന്നുള്ള രീതിയിൽ. അപ്പം മന്നത്ത് ആദ്യമേ തുടങ്ങിയത് പനമ്പള്ളി ഒരു റെസിഡൻഷ്യൽ ഏരിയ ആയിരുന്നു. അന്നതൊരു ഭയങ്കര പീസ്ഫുൾ കാം ആൻഡ് ക്വയറ്റ് ഒരു റെസിഡൻഷ്യൽ ഏരിയ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബൈപ്പാസ് ചൂസ് ചെയ്തു. ബൈപ്പാസിൽ ആ സമയത്ത് അധികം ബുട്ടീക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ബ്രൈഡൽ ബുട്ടീക്സും വളരെ വൺ ഓഫ് ദി ഫസ്റ്റ് എന്ന് നമ്മൾക്ക് പറയാം. ബ്രൈഡൽ ബുട്ടീക്ക് കസ്റ്റമൈസ് ചെയ്ത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് കുറച്ച് സാരീസും ഒക്കെ ഇട്ടു. ആ സമയത്തൊരു സെലിബ്രിറ്റി വെഡിങ് ചെയ്തു. ആ ഗൗൺ ഭയങ്കര പോപ്പുലറായി. അതോടുകൂടെ നല്ലൊരു അറ്റൻഷൻ കിട്ടുകയും നല്ലൊരു റെക്കഗ്നിഷൻ ലേബിളമിന് വരികയും ചെയ്തു. അങ്ങനെയാണ് ലേബിളം തുടങ്ങുന്നത്. പിന്നെ അന്ന് മുതൽ ഇന്ന് വരെ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മളും ഡിസൈൻസ് സീസണലി നമ്മൾ കൊണ്ടുവരും.
സീസണലി കൊണ്ടുവരും. ആ സീസണിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന കളക്ഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പിന്നീടുള്ള കസ്റ്റമേഴ്സിന് ഓർഡർ എടുക്കുന്നത്. അതല്ല ചില കസ്റ്റമേഴ്സ് ക്ലൂലെസ് ആയിരിക്കും, ചില കസ്റ്റമേഴ്സിന് എനിക്കിങ്ങനെ വേണം എന്ന് ക്ലിയർ ഐഡിയ ഉണ്ടാവും. അപ്പം അതിലോട്ട് നമ്മളുടെ ഇൻപുട്ടും കൂടെ ഇട്ടിട്ട് ആണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി ആ ഒരു കൺസിസ്റ്റൻസി ആൻഡ് പാഷൻ ആണ് ഇന്ന് ഞങ്ങളെ ഇവിടെ എത്തിച്ചേക്കുന്നത്. അപ്പോൾ എത്ര ബൊട്ടിക്സ് വന്നെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ എത്ര കോമ്പറ്റീഷൻ ഇത് എന്ന് പറഞ്ഞാലും നമ്മൾ ചെയ്യുന്ന ആ ഒരു ഇതിനോടുള്ള ഒരു പാഷനും കൺസിസ്റ്റൻസി അതാണ് മെയിനായിട്ടും ഇവിടം വരെ എത്തിച്ചതെന്ന് ഞങ്ങൾ ബിലീവ് ചെയ്യും. 18 വർഷങ്ങൾക്ക് മുൻപ് സ്റ്റാർട്ട് ചെയ്തൊരു ജേണിയാണ് ഇപ്പോൾ പറഞ്ഞല്ലോ. അതും 18 വർഷങ്ങൾക്ക് മുൻപ് ഒരു ബുട്ടീക്ക് സ്റ്റാർട്ട് ചെയ്യുക, അതൊരു ബ്രൈഡൽ ബുട്ടീക്ക് സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ ഒരു കേരളത്തിൻ്റെ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് നമ്മൾ വളരെ കൺവെൻഷനൽ ആണ് വെൻ ഇറ്റ് കംസ് ടു മാരേജ്. ഇപ്പോൾ നമ്മളൊരു കല്യാണ സാരി എടുക്കാൻ പോകുന്നെന്ന് പറഞ്ഞാലും നമ്മളിപ്പം അമ്പലത്തിലേക്ക് വേണ്ടി എടുക്കുന്നു, അല്ലെങ്കിൽ മന്ത്രകോടിയായിട്ട് എടുക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ആളുകളുടെ കൺവെൻഷണൽ തോട്ട് പ്രോസസ്സ് 18 വർഷങ്ങൾക്ക് മുൻപ് എങ്ങനെയാണ് ബ്രേക്ക് ചെയ്തത്? ആൻഡ് ഈ ഒരു കൺവെൻഷണൽ രീതിയിൽ നിന്ന് ഒരു കോൺടെമ്പററി സ്റ്റൈലിലേക്ക് നിങ്ങൾ എത്തിച്ചത് എങ്ങനെയാണ്? വാട്ട് വാസ് എ സ്ട്രാറ്റജി? ആ സമയത്ത് കൂടുതലും എല്ലാവരും നേരെ പോയി സാധനം കണ്ട് മേടിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരുന്നല്ലോ കൂടുതലും ഉണ്ടായിരുന്നത്. അതല്ലാതെ ആവശ്യങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് ആ ഒരു കൺസെപ്റ്റ് ആ സമയത്ത് വളരെ കുറവായിരുന്നു. അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞങ്ങളൊരു ഫാഷൻ ഷോ ആയിട്ടാണ് ലോഞ്ച് ചെയ്തത്. അതിനുശേഷവും ഞങ്ങൾ സീസണലായിട്ട് ഇങ്ങനെ ഷൂട്ട്സ് ചെയ്യാറുണ്ട്. അപ്പം കസ്റ്റമേഴ്സിനാണെങ്കിൽ കാണുമ്പോൾ ഒരു ഐഡിയ കിട്ടും, ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ഷൂട്ടിൽ ഇത് വരുമ്പോൾ ഇതിൻ്റെ വർക്ക് ഇങ്ങനെ വരും. ഇത് പിന്നീട് കുറച്ചും കൂടി ചേഞ്ചസ് അതായത് പിന്നെ വേണ്ടുന്ന ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തി അങ്ങനെ ചെയ്യാൻ അത്രയും ബുദ്ധിമുട്ടില്ല. അതായത് ഒരു സ്റ്റോറിൽ പോയി നേരെ കണ്ട് മേടിക്കുന്ന ആ ഒരു ഇതിൽ നിന്നാണ് നമ്മൾ കസ്റ്റമൈസേഷൻ എന്നുള്ള ഒരു ഇതിലേക്ക് വന്നത്. അപ്പോൾ ഈ ഫോട്ടോസിൽ നിന്നും ഇതുമൊക്കെ അങ്ങനെ സീസണലായിട്ട് ചെയ്തിരുന്നത് കൊണ്ട് അതിൽ നിന്നൊരു ഐഡിയ കസ്റ്റമേഴ്സിന് കിട്ടിയിരുന്നു. പിന്നെ സെലിബ്രിറ്റി വെഡ്ഡിങ്സ് ആണ് കുറച്ചും കൂടി കിട്ടാൻ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തത്. ഇപ്പം നമ്മൾ സ്റ്റോറിലോട്ട് ഒരു ബ്രൈഡിന് ഇതുവരെ ലെഹങ്ക ഇട്ടിട്ടില്ല, അല്ലെങ്കിൽ ഇതുവരെ ഒരു വെഡിങ് ഗൗൺ ട്രൈ ചെയ്തിട്ടില്ല. ഇപ്പം വെഡിങ് ഗൗണിലൊക്കെ തന്നെയും കോഴ്സ് ടൈപ്പ് ഓഫ് വെഡിങ് ഗൗൺസ് ഭയങ്കര ഇന്നാണ്. അപ്പോൾ അത് ഇട്ട് നോക്കിയിട്ടില്ല, ഇട്ട് നോക്കി എങ്ങനെയുണ്ടെന്ന് അറിയാതെ അത് ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഇവിടെ സാമ്പിൾ ഗൗൺസ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇട്ട് നോക്കി അതെങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ഇപ്പം നമ്മൾ ഫോട്ടോഷൂട്ട്സിൽ നമ്മൾ സീസണൽ കളക്ഷൻസ് ഇറക്കും എന്ന് പറഞ്ഞില്ലേ, ആ കളക്ഷൻസിൽ ചിലപ്പോൾ നമ്മൾ ആ ഒരു ഭംഗിക്ക് വേണ്ടി സ്ലീവ്ലെസ് ആയിരിക്കും, പക്ഷെ എല്ലാവരും സ്ലീവ്ലെസ് പ്രിഫർ ചെയ്യുന്നുണ്ടാവില്ല. അപ്പം നമ്മൾ സ്ലീവ് ആഡ് ചെയ്ത് കൊടുക്കും. അതനുസരിച്ചിട്ട് അതായത് ബ്രൈഡിൻ്റെ ഒരു എന്താ പറയുക ബോഡി ടൈപ്പിനും ബ്രൈഡിൻ്റെ കംഫർട്ടിനും അനുസരിച്ചിട്ട് നമ്മൾ അതിൽ ചേഞ്ചസ് വരുത്തി കൊടുക്കും. ഇപ്പം ഈ സീസണൽ കളക്ഷൻസിൽ നോക്കുമ്പം അവർക്കറിയാം ഓക്കെ ഇങ്ങനെയാണ് വരിക, അതിൽ എനിക്ക് എന്ത് ചേഞ്ചസ് വരുത്തണം. എനിക്ക് ഓക്കെ ചില പള്ളിയിൽ സ്ലീവ്ലെസ് സമ്മതിക്കത്തില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു ഇത് വരുമ്പോഴത്തേക്കും ഓക്കെ എനിക്കിതിൽ സ്ലീവ് ആഡ് ചെയ്യണം, മേ ബി എനിക്കിതിൻ്റെ കളർ ടോൺ മാറ്റണം. അപ്പം അങ്ങനെയാണെങ്കിലും ഒരു ബ്രൈഡ് വന്ന് കഴിയുമ്പോഴത്തേക്കും ഈവൻ നമ്മൾ കസ്റ്റമൈസേഷൻ ആണെങ്കിൽ നേരിട്ട് കണ്ടല്ലെങ്കിൽ പോലും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ പ്രോസസ്സും നമ്മൾ കാണിച്ചു കൊടുക്കും. അതായത് ഇപ്പം ഈ നമ്മൾ കാണുന്നത് മേ ബി ഒരു ഓഫ് വൈറ്റ് സാരി ആയിരിക്കും, എനിക്ക് പക്ഷേ ഇതൊരു ബേജ് ടോണിൽ അല്ലെങ്കിൽ ടുവേർഡ്സ് ഐവറി മതി, അതായിരിക്കും എനിക്ക് ചേരുന്നത് എന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കളറ് നമ്മൾ ആക്ച്വലി ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ കളർ ആദ്യമേ ഡൈ ചെയ്ത് കാണിച്ചു കൊടുക്കും. ആൻഡ് അവർ ക്ലയൻറ്റ് അപ്രൂവ് ചെയ്തതിന് ശേഷം മാത്രമേ അത് എന്താ പറയുക നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യുള്ളൂ, അടുത്ത പ്രോസസ്സിലോട്ട് നമ്മൾ പോകത്തുള്ളൂ. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ ഇപ്പം ബ്രൈഡ്സിന് കുറച്ചും കൂടെ കോൺഫിഡൻസ് കൂടുതലാണ്. ഈവൻ NRI ബ്രൈഡ്സ് അവരത് ഒന്നും കാണുന്നില്ല. ഞങ്ങൾക്ക് കുറേ NRI ബ്രൈഡ്സ് ഉണ്ട്, ഇന്റർനാഷണൽ ക്ലയൻസ് ഉണ്ട്. കൂടുതലും കുറേ ഓൺലൈൻ ബ്രൈഡ്സ് അവരിവിടെ നാട്ടിൽ വരുമ്പോൾ മാത്രമേ ഈ ഒരു ബ്രൈഡൽ ഔട്ട്ഫിറ്റ് കാണുന്നുള്ളൂ. അപ്പം എവറി സിംഗിൾ തിങ് ഇസ് ഡൺ ത്രൂ ഓൺലൈൻ. മെഷർമെൻറ്റ്സ് എടുക്കുന്നതാണെങ്കിലും കളർ സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ മാത്രം നമ്മൾ പറയും. കാരണം നമ്മൾ നേരിട്ട് കാണുന്ന കളറും നമ്മൾ ഫോണിൽ കാണുന്ന കളറും നമ്മൾ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും. അപ്പം നമ്മളെപ്പോഴും ഒരു സജഷൻ കൊടുക്കും. ബ്രൈഡിൻ്റെ ആരെങ്കിലും നാട്ടിലുണ്ട്, ബ്രൈഡിന് കോൺഫിഡൻ്റ് ആയിട്ട് കളർ അപ്രൂവ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കളർ മാത്രം ഒന്ന് കണ്ട് അപ്രൂവ് ചെയ്യാം. ബാക്കി എവറിത്തിങ് ഇസ് ഡൺ ഓൺലൈൻ.
ഇപ്പം നമ്മൾ എംബ്രോയിഡറി ഡെവലപ്പ് ചെയ്യുമ്പോഴാണെങ്കിലും ചെറിയൊരു സ്വാച്ച് ഡെവലപ്പ് ചെയ്തിട്ട് നമ്മൾ കാണിക്കും ഇതെങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയും ഈ ഒരു എന്താ പറയുക ഓൺലൈൻ കസ്റ്റമൈസേഷനും ആൾക്കാർക്ക് കാണാതെ തന്നെ ഇരുന്ന് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഫാക്ടർ കൂടിയിട്ടുണ്ട്. പിന്നെ വേർഡ് ഓഫ് മൗത്ത്, ഈ ഇത് വന്ന് ഇങ്ങനെ ഓൺലൈനൊക്കെ ചെയ്തേക്കുന്നവർ അവരുടെ കസിൻസും ഫ്രണ്ട്സിൻ്റെ അടുത്തും ഒക്കെ അവർ ഇത് ചെയ്യും. കൂടുതലും നമ്മൾക്ക് ആഡിനേക്കാൾ കൂടുതലായിട്ടും നമ്മൾക്ക് വേർഡ് ഓഫ് മൗത്ത് ത്രൂ ആണ് നമ്മൾക്ക് എനിക്ക് തോന്നുന്നു ഈ ഒരു പൊസിഷനിൽ എത്തിയതെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഫോട്ടോഷൂട്ട്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, ഈ 18 years ബാക്ക് ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് അത്ര പോപ്പുലറൈസ്ഡ് അല്ലാതിരുന്നൊരു സമയത്ത് എങ്ങനെയാണ് നിങ്ങൾ ഫോട്ടോഷൂട്ട്സിനെ യൂസ് ചെയ്തത്? ഫോട്ടോഷൂട്ട്സ് ഇനീഷ്യലി ആ സ്റ്റാർട്ടിങ് ഫേസിലൊന്നും സോഷ്യൽ മീഡിയ ഇത്ര പോപ്പുലർ ആയിട്ടില്ല ശരിക്കും. ആദ്യമൊക്കെ എങ്കിലും അന്നും ചെയ്തിരുന്നു, സോഷ്യൽ മീഡിയ കൂടി ചെയ്തിരുന്നു. അന്ന് ശരിക്കും പറഞ്ഞാൽ ഫേസ്ബുക്ക് മാത്രമേ ഉള്ളൂ, പിന്നീട് ഇൻസ്റ്റാഗ്രാം വന്നു. അപ്പോൾ സോഷ്യൽ മീഡിയ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇത് പോപ്പുലർ ആക്കാനായിട്ടും മാർക്കറ്റ് ചെയ്യാനും ഒക്കെ കുറേ കൂടി ഇപ്പം ഈസിയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. കറക്റ്റ്. ഞാൻ അതിപ്പോൾ ചോദിക്കാൻ വന്നേ, നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഇപ്പോൾ എല്ലാവരും ബിസിനസ്സിന് വേണ്ടി ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ഏതൊക്കെ രീതിയിലാണ് സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിട്ടുള്ളത് സിൻസ് ഇറ്റ്സ് 18 years ജേർണി? നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഈ നമ്മൾ സീസണൽ കളക്ഷൻസ് ഷൂട്ട് ചെയ്യും എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ പിക്ചേഴ്സ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുകയും ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ അത് ത്രൂ തന്നെ കുറേ എൻക്വയറി, അത് കണ്ടിട്ട് എൻക്വയറി വരുന്നുണ്ട്. അങ്ങനെ തന്നെ എൻക്വയറീസ് ഓർഡേഴ്സ് ആയിട്ട് മാറാറുമുണ്ട്. ഈ മന്നത്ത് എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഓർമ്മ വരുന്നൊരു പേര് ഷാറുഖ് ഖാന്റെ ആണല്ലോ. ഞങ്ങൾക്കും ആദ്യം ഓർമ്മ വന്നത് അത് തന്നെയാണ്. അതുകൊണ്ടാണോ ആ പേരിട്ടത്? ഈ പേര് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, കാരണം ആ ഒരു പേരുള്ളത് കൊണ്ടാണ് ഇൻഫാക്ട് ഞങ്ങൾ അറിഞ്ഞത് ഇങ്ങനെ ഒരു പേര്. പിന്നെ അതിനുശേഷം അതിൻ്റെ ഒരു അർത്ഥം അന്വേഷിച്ചപ്പോൾ ഒരു ഹിന്ദിയിൽ ഒരു പ്രെയർ എന്നുള്ളൊരു മീനിങ് ആണ് അതിന് കണ്ടത്. അപ്പോൾ അതൊരു നല്ലൊരു ഇതായിട്ടൊരു തോന്നി ഞങ്ങൾക്ക്. അങ്ങനെയാണ് അങ്ങനെ ഒരു പേരിടാൻ കാര്യം അതാ. ജസ്റ്റ് ഔട്ട് ഓഫ് എ ക്യൂരിയോസിറ്റി, ഈ മന്നത്ത്, ഞങ്ങൾ മന്നത്താണ് എന്ന് പറയുമ്പോൾ ആളുകളുടെ ഒരു ഇനീഷ്യൽ റെസ്പോൺസ് എന്താണ്? ഇനീഷ്യലി അത്ര അങ്ങോട്ട് ഒരു ഫാമിലി നെയിം ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ കുറെ പേർക്ക് അറിയാം ഷാരൂഖ് ഖാന്റെ എന്നൊക്കെ പറയുന്ന പോലെ മന്നത്താണോ എന്ന് ചോദിക്കാം. പിന്നെ കേട്ട് ഫെമിലിയർ ആയതുകൊണ്ട് അങ്ങനെ അത്രയും ഇനീഷ്യലി ഇതേപോലെ ചോദിക്കാറുണ്ടായിരുന്നു. ഞാനേ ഒരു കോമൺ ഓഡിയോ എന്ന രീതി ചോദിക്കുകയാണേ, എനിക്കിപ്പോൾ ഒരു ബുട്ടീക്ക് നിന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആണെന്നാണ്. സ്പെഷ്യലി നമുക്ക് വേണ്ടുന്ന രീതിയിലൊക്കെ നമ്മൾ കസ്റ്റമൈസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ അത് കുറച്ച് എക്സ്പെൻസീവ് ആണ് എന്ന രീതിയിൽ എവിടെയോ ഒരു തോട്ടം നമ്മുടെ ഉള്ളിലുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ ബുട്ടീക്ക് നടത്തുന്ന ഒരാളെന്ന നിലയ്ക്ക് ഈ പ്രീമിയം, അഫോർഡബിലിറ്റി എന്നൊക്കെയുള്ള റേഞ്ച് കാറ്റഗറൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആൻഡ് ബുട്ടീക്സ് എല്ലാം എക്സ്പെൻസീവ് ആണോ? ലേബിൾ ശരിക്കും പറഞ്ഞാൽ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരു സ്റ്റാർട്ടിങ് ബഡ്ജറ്റ് പറയുവാണെങ്കിൽ ഇപ്പം ഒരു ഷൂട്ടിൽ ഒരു പെർട്ടിക്കുലർ ഒരു ഔട്ട്ഫിറ്റ് ഇതാണ് കോസ്റ്റ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അതല്ല കുറച്ചും കൂടി ബഡ്ജറ്റ് കുറച്ച് വേണം, ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ബഡ്ജറ്റ് എന്ന് പറയുകയാണെങ്കിൽ ആ ബഡ്ജറ്റിൽ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ മന്നത്തിൽ ഓൾറെഡി നമ്മൾ ചെയ്യുന്നുണ്ട് കാഷ്വൽ വെയർ ഒക്കെ. ആ ഒരു പ്രൈസ് റേഞ്ച് ഒരു 1500 തൊട്ടുള്ള പ്രൈസ് റേഞ്ചിൽ പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ലോയൽ കസ്റ്റമർ ബേസ് ഉണ്ട്, പ്ലസ് സെലിബ്രിറ്റി ക്ലയൻറ്റൽസ് വരെ ഉണ്ട്. എപ്പോഴായിരുന്നു ആ ഒരു ഷിഫ്റ്റ്? ഇപ്പോൾ നേരത്തെ ഒരു സെലിബ്രിറ്റി വെഡിങ്ങിൻ്റെ കാര്യം പറഞ്ഞു, എന്നാൽ പോലും ഒരു നമുക്ക് പ്രാക്ടിക്കലി നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ എവിഡൻ്റ് ആയിട്ടുള്ള ഒരു ഷിഫ്റ്റ് സംഭവിച്ചു ഇതിന് ശേഷം. സോ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഒരു നമ്മുടെ ഒരു ക്ലൈൻറ്റ് ബേസ് കൂടി, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പോയിന്റിലാണ് ബിസിനസ്സിൽ ഒരു ഷിഫ്റ്റ് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ വെൻ വാസ് ദാറ്റ് മൊമെന്റ്? ഞങ്ങൾ ശരിക്കും പൻപിളി എന്ന് പറയുന്ന ഇങ്ങോട്ട് NH ബൈപ്പാസിലേക്ക് ഒരു സ്റ്റോർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അതൊരു മേജർ ഒരു ഷിഫ്റ്റ് തന്നെയായിരുന്നു. കുറേ കൂടി വിസിബിലിറ്റി കിട്ടി. ഇങ്ങോട്ട് മാറുമ്പോൾ ലേബിളും ലോഞ്ച് ചെയ്തു. ആ ഒരു പീരീഡാണ് ഞങ്ങൾക്ക് ഏറ്റവും അധികം ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തത്. ആ ഒരു മേ ബി ആ ഒരു സ്പേസിൻ്റെ ഡിഫറൻസ് ആകാം, അതുപോലെ പുതിയൊരു ബ്രാൻഡ് ലോഞ്ച് ചെയ്ത് അതിൻ്റെയും, അങ്ങനെ രണ്ടും കൂടി ഒരു ഡിഫറൻസ് ആ സമയത്ത് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. ഇന്നത്തെ ഒരു ടൈമിൽ ഈ ബ്രൈഡൽ ബുട്ടീക്ക് എന്ന് പറയുന്നത് ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. ഒരുപാട് പേര് ഇപ്പോൾ സെലിബ്രിറ്റീസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ സാധാ ആൾക്കാർ ഫസ്റ്റ് ഒരു സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങുന്നു എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ആദ്യം വരുന്നത് ക്ലോത്തിങ് അങ്ങനത്തെ ഒരു ബ്രാൻഡിലേക്കായിരിക്കും. അപ്പോൾ ഈ ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു സിനാരിയോയിൽ വാട്ട് മേക്സ് യു സ്റ്റാൻഡ് ഔട്ട്? എന്താണ് നിങ്ങളെ യുണീക്ക് ആക്കുന്ന ഫാക്ട്? ഹൈലി കോമ്പറ്റീറ്റീവ് ആണെന്നുള്ളത് ഒരു ഫാക്റ്റ് തന്നെയാണ്. പക്ഷെ നമ്മൾ എപ്പോഴും ലൈക്ക് ചുറ്റും എന്താ നടക്കുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ അത് മാത്രം ശ്രദ്ധിക്കാതെ നമ്മൾക്ക് എങ്ങനെ എന്താ പറയുക, നമ്മളുടെ കഴിഞ്ഞ കളക്ഷനേക്കാൾ ഈ കൂടുതൽ നെക്സ്റ്റ് കളക്ഷൻ എങ്ങനെ ബെറ്റർ ആക്കാം, ലൈക്ക് എങ്ങനെ നമ്മൾക്ക് തന്നെ കൂടുതൽ ബെറ്റർ ആവാം, കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ നിന്ന് ഈ ഫിനാൻഷ്യൽ ഇയർ എങ്ങനെ നമ്മൾക്ക് എന്ത് ചെയ്താൽ മെച്ചമാക്കാം എന്നതിലാണ് നമ്മൾ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യുന്നത്. ചുറ്റുമുള്ളവരും നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് നോക്കാൻ മാത്രമേ നേരം ഉണ്ടാവുള്ളൂ.
നമ്മൾ ഇടയ്ക്കൊന്ന് തലപൊക്കെ നോക്കണം ചുറ്റും എന്നാ സംഭവിക്കുന്നത്, എന്തൊക്കെ ചേഞ്ചസാണ് വരുന്നത്. അതിൽ നിന്ന് നമ്മൾക്ക് പഠിക്കാനുള്ളത് നമ്മൾ പഠിക്കണം. തിരിച്ചു പോയി നമ്മൾക്ക് ചെയ്യാനുള്ള എഫേർട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മൾ ആ സർവൈവ് ചെയ്യും. ആ കോമ്പറ്റീഷനിലും ഇതിലും നമ്മൾ സർവൈവ് ചെയ്യും. ആൻഡ് നമ്മൾ നമ്മളുടെ ബെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മളെപ്പോഴും ടോപ്പായിട്ട് നിൽക്കുകയും ചെയ്യും എന്നാണ് എൻ്റെ ഒരു ബിലീഫ്. ഈ ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ആർട്ടിസ്റ്റിക് എബിലിറ്റി ആണല്ലോ, അല്ലെങ്കിൽ അതൊരു ആ ഒരു ഫോമാണ്. ഈ ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ബിയോണ്ട് ലിമിറ്റ് ആണ്. എത്ര വേണേലും നമുക്ക് അതിനെ മുന്നോട്ട് കൊണ്ടുവരാം. പക്ഷെ ഇപ്പോഴത്തെ കൊമേഴ്ഷ്യൽ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്. അപ്പം ഇത് രണ്ടും ബാലൻസ് ചെയ്യുന്ന ആ മീറ്റിംഗ് പോയിന്റ് ഏതാണ്? ഇവിടെയാണ് ഞങ്ങൾ സ്ട്രൈക്ക് ചെയ്യുന്നത്, ഇത്രയൊക്കെ മതി, ഇനി അപ്പുറത്തോട്ട് പോകണ്ട എന്നുള്ളൊരു ബാലൻസ് പോയിന്റ് ഉണ്ടല്ലോ, അതെവിടെയാണ്? അത് ക്ലയന്റിന്റെ റിക്വയർമെന്റ്സ് വെച്ചിട്ടാണോ, നിങ്ങളുടെ ഒരു എന്തെങ്കിലും ഒരു പ്രോപ്പർ ഡിസിഷൻ ഉണ്ടോ? ഇതൊരു ബിസിനസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒരു കൊമേഴ്ഷ്യൽ ഒരു വയബിലിറ്റി കൂടി നോക്കിയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു കോൺട്രഡിക്ഷൻ എപ്പോഴും ഉണ്ട്. മുഴുവനായിട്ടും ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതും ചെയ്യണം, എന്നാൽ അത് സെല് ചെയ്യാൻ പറ്റുകയും വേണം. ആ ഒരു കോൺട്രഡിക്ഷൻ എപ്പോഴും ഉണ്ട്. പക്ഷെ ഞങ്ങളിപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ശരിക്കും എന്താണ് ഡിമാൻഡ് എന്നുള്ളതും. പക്ഷേ ആ ഒരു യുണീക്നെസ് നമ്മളുടെ നിർത്തണം എന്നുണ്ട്, നമുക്ക് ആ ഒരു പാഷൻ ഉണ്ട്, ഒരു ക്രിയേറ്റീവ് സൈഡ് ഉണ്ട്, ആ ഒരു യുണീക്നെസ് ഡിസൈനിൽ കൊണ്ടുവരണമെന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും കുറച്ച് നാൾ ബിസിനസ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഏകദേശം മനസ്സിലാവും എന്താണ് മാർക്കറ്റ് ഡിമാൻഡ് എന്നുള്ളതും നമ്മുടെ സൈഡിൽ നിന്ന് എന്തൊക്കെ ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സെല് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഞങ്ങളുടെ ഇഷ്ടങ്ങളും കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങളും രണ്ടും ബാലൻസ് ചെയ്ത് രണ്ടും മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഓരോ പ്രോഡക്ട്സ് ചെയ്യുന്നത്. നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഞാൻ ആദ്യം ചോദിക്കാതിരുന്നത് നിങ്ങൾക്കിടയിൽ എന്തൊക്കെയാണ് ഡിഫറൻസസ് എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഐ മീൻ, എന്തൊക്കെയാണ് നിങ്ങളുടെ ഡിഫറൻസസ്? നിങ്ങളുടെ ഒരു പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് രണ്ടുപേരുടെയും തോട്ട് പ്രോസസ്സ് ഡിഫറെൻ്റ് ആയിരിക്കും, സെയിം ഉണ്ടായ കാര്യങ്ങളുണ്ടാവും. ബട്ട് നിങ്ങൾ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്? എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരുമിച്ചത് മുന്നോട്ട് പോകാം എന്ന് തീരുമാനിച്ചത് ബിസിനസ് പെർസ്പെക്റ്റീവ്? ഞങ്ങൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതായിരുന്നു. അത് എന്തെന്നുള്ളത് ആദ്യമേ ഞങ്ങൾ ഇത് തന്നെ എന്നുള്ള ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് ഞങ്ങൾ ആലോചിച്ചപ്പോൾ ഞങ്ങൾക്ക് കോമൺ ആയിട്ട് ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യം ഇതാണ്. അപ്പോഴും അറിയില്ല ഇത് എങ്ങനെ സോഴ്സ് ചെയ്യണമെന്നോ എങ്ങനെ മാർക്കറ്റ് ചെയ്യണമെന്നോ ഒന്നും ഒരു ഐഡിയ ഉണ്ടായിട്ടില്ല. പക്ഷെ ഞങ്ങൾക്കിത് ഇഷ്ടമാണ്, ഈ ഒരു ഇതിനോടൊരു പാഷനുണ്ട്, അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ചെയ്ത് തുടങ്ങി കുറച്ച് കഴിയുമ്പോഴാണ് ഇതെങ്ങനെ പ്രോഡക്റ്റ്സ് എങ്ങനെ സോഴ്സ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ മാർക്കറ്റ് ചെയ്യണം, ആളുകളുടെ ആവശ്യങ്ങൾ എന്താണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും പതുക്കെ ചെയ്ത് പതുക്കെയാണ് മനസ്സിലാക്കിയത്. ഞങ്ങൾ തമ്മിൽ ഡിഫറൻസസിനേക്കാൾ കൂടുതലും സിമിലാരിറ്റീസ് ആണ് കൂടുതൽ. കാരണം രണ്ട് പേര് ഒരുമിച്ച് എന്താണെങ്കിലും കുറേയൊക്കെ വ്യത്യാസങ്ങൾ വരുമല്ലോ. പക്ഷേ ഫോർച്ചുനേറ്റ്ലി ഞങ്ങളുടെ ഇഷ്ടങ്ങൾ ഭയങ്കര സെയിമാണ്. പലപ്പോഴും ഞങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഞാൻ ചിന്തിക്കുന്ന അതേ കാര്യമായിരിക്കും ചിലപ്പോൾ എന്റെ മൈൻഡിൽ കുറച്ച് നാളുകളായിട്ട് ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ അത് ഓൾറെഡി അത് എന്റെ മനസ്സിൽ ഉണ്ടായിരിക്കും. ലൈക്ക് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. ഭയങ്കര സർപ്രൈസിംഗ് ആയിട്ട് ലെങ്ത്തിലേക്ക് എത്തി. ഇപ്പോ ഇനീഷ്യലി അത്ര ഇല്ലായിരുന്നെങ്കിലും ഇപ്പോ ഒരാൾ ചിന്തിക്കുന്ന മറ്റാളുടെ ഒരാൾ പറയുമ്പോഴേക്കും മറ്റാൾ ഞാൻ ഇതാണ് ആലോചിച്ചോണ്ടിരുന്നത്. ഞങ്ങൾ ഒരേ വേവ് ലെങ്ത്തിൽ പോകുന്നതുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് ഡിഫറൻസസ് തീരെ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ലൈക്ക് സിമിലാരിറ്റീസ് ആണ് കൂടുതൽ. ഒരേ ഇഷ്ടങ്ങളാണ്, ഒരേ ഇതാണ്. ഇപ്പോൾ ഒരു ബ്രൈഡ് ഉള്ളിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഇന്റേണൽ പ്രോസസ്സ് നിങ്ങൾക്കുള്ളിൽ നടക്കുന്ന എന്തായിരിക്കും? ആദ്യമായിട്ടൊരാൾ ഒരു കാര്യത്തിന് വേണ്ടി വരുന്നു, ഇങ്ങനെ ഒരു ഷോപ്പ് ചെയ്യുന്നു, നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഒരു ക്ലയൻറ്റ് വരുന്ന മൊമെന്റ് തൊട്ട് വാട്ട് ഇസ് ദ ഇന്റേണൽ പ്രോസസ്സ്? നിങ്ങൾക്കിടയിൽ നടക്കുന്ന ഡിസ്കഷൻസ് എങ്ങനെയായിരിക്കും? എന്താണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ? ബ്രൈഡ് വരുമ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ബ്രൈഡുമായിട്ട് സംസാരിക്കും. ലൈക്ക് ആദ്യമേ തന്നെ നമ്മൾക്ക് എത്ര ഒരു ടൈം സ്പാൻ ഉണ്ട് കല്യാണത്തിന് എന്നുള്ളത്. നമുക്ക് ഒരു 40 days എങ്കിലും മിനിമം വേണം. ആ കാര്യങ്ങളൊക്കെ ചോദിക്കും. പിന്നീട് ബ്രൈഡ് എന്തൊക്കെ ഫങ്ഷൻസ് ഉണ്ട്, എന്തൊക്കെ ഔട്ട്ഫിറ്റ്സ് ആണ് പ്രിഫർ ചെയ്യുന്നത് എന്നുള്ളത് ചോദിക്കും. പിന്നീട് ബ്രൈഡിനോട് ഞങ്ങൾ അവരുടെ ഇഷ്ടം അറിയാനാണ് കൂടുതലും എഫേർട്ട് ഇടുന്നത്. കാരണം നമ്മളുടെ മനസ്സിലുള്ള അല്ലെങ്കിൽ ഇത് എന്താ പറയുക അടിച്ചേൽപ്പിക്കാൻ ഞങ്ങൾ ഒരിക്കലും ശ്രമിക്കാറില്ല. കാരണം അങ്ങനെ എന്താ പറയുക അവർ കംഫർട്ടബിൾ അല്ലാത്ത ഒരു അറ്റയർ നമ്മൾക്ക് നല്ലതാണെന്ന് തോന്നിയിട്ട് അവരെ ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കംഫർട്ടബിൾ ആവത്തില്ല. ഒരു വെഡിങ് ഡേയിൽ ഒരു ബ്രൈഡ് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടിരുന്നാലേ ലൈക്ക് അന്നത്തെ ദിവസം ബ്രൈഡ് ഏറ്റവും കംഫർട്ടബിൾ ആയിരിക്കണം. എന്നാലേ അത് ആ ഒരു എന്താ പറയുക ആൾക്കും ആളുടെ ഒരു ഡേ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്
ഞങ്ങളുടെ ഒരു കൺസെപ്റ്റ്. അപ്പം അവരുടെ ഇഷ്ടങ്ങളും അവരുടെ ഇതും കൂടുതലായിട്ടും ചോദിക്കും. പിന്നെ പലരും എന്താ പറയുക, ഈ പല ലൈക്ക് ബോളിവുഡ് ഇതും പിൻട്രസ്റ്റും ഒക്കെ കണ്ട് ഇൻസ്പയർഡ് ആയിട്ടായിരിക്കും വരുന്നത്. അതിൽ പലതും അവർക്ക് സ്യൂട്ടബിൾ ആകണം എന്നില്ല. അപ്പോൾ അത് നമ്മൾ അവരെ പറഞ്ഞ് ഇത് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പിന്നീട് അവരുടെ ബോഡിക്കും അവരുടെ സ്കിൻ ടോണിനും ഒക്കെ ചേരുന്ന തരത്തിൽ ഒരു ഡിസ്കഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ഒരു ഇതിലോട്ട് എത്തിച്ചേരും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയുക, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്. ലൈക്ക് ആദ്യം മെഷർമെൻറ്റ്സ് എടുക്കും, പിന്നെ ഫാബ്രിക് സെലക്ട് ചെയ്യും, കളറ് നമ്മൾ ചൂസ് ചെയ്യും, ഡൈ ചെയ്ത് കാണിക്കും. അതിനുശേഷം ഹാൻഡ് എംബ്രോയിഡറിയിലോട്ട് പോവും, സ്റ്റിച്ചിങ്ങിലോട്ട് പോവും, ഫിറ്റിംഗ് സെഷൻ ഉണ്ടാവും. പിന്നെ ആൻഡ് ഹാപ്പി ഡെലിവറി. ജസ്റ്റ് ഔട്ട് ഓഫ് എ ക്യൂരിയോസിറ്റി, ഇതുവരെ ചെയ്തതിൽ ഏറ്റവും എക്സ്പെൻസീവ് ഔട്ട്ഫിറ്റ് ഏതായിരുന്നു? ആക്ച്വലി 2 ഔട്ട്ഫിറ്റ്സ് ഉണ്ട്. ഒരു ഐസ് ബ്ലൂ കളർ ഒരു ലെഹങ്ക ഒരെണ്ണം ചെയ്തായിരുന്നു, 3.5 lakhs. ആൻഡ് ദെൻ പിന്നെ ഭയങ്കര ഹിറ്റായിട്ട് ഭയങ്കര വൈറലായിട്ട് ഒരു സാരി നമ്മൾ ചെയ്തായിരുന്നു. അതെന്ന് പറഞ്ഞാൽ വിത്ത് ട്രെയിൽ സാരി, ഇങ്ങനെ ലോങ് ട്രെയിലോടുകൂടെ. അതും ആക്ച്വലി ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. പക്ഷേ അതൊത്തിരി മനോരമയൊക്കെ ഫീച്ചർ ചെയ്തിരുന്നു, ആ സാരി ഫീച്ചർ ചെയ്തിരുന്നു. അന്നേരം നമ്മൾ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി, എനിക്ക് തോന്നുന്നു അതിൻ്റെ തന്നെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി. അപ്പം അതിന് അത്രയും ബഡ്ജറ്റ് ഇല്ലാത്തവരുണ്ട്. അത് എബൌട്ട് 3 lakhs ആയിരുന്നു ആ സാരിയുടെ റേറ്റ്. അത്രയും ബഡ്ജറ്റ് ഇല്ലാത്തവരുണ്ടായിരുന്നു. അപ്പം നമ്മൾ അതിൻ്റെ എന്താ പറയുക, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വേർഷൻ കൊണ്ടുവന്നു. അത് ഫുള്ളി ഹാൻഡ് വർക്ക്ഡ് ആയിരുന്നു. ലൈക്ക് എവറി ത്രെഡ്, എവറി സീക്വൻസ് എല്ലാം ഫുള്ളി ഹാൻഡ് ആയിരുന്നു ആ ഒരു സാരി. അത് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയിട്ട് അത് മെഷീനിൽ ചെയ്ത് കോസ്റ്റ് കട്ട് ഡൗൺ ചെയ്തിട്ട്, എനിക്ക് തോന്നുന്നു നമ്മൾ അബവ് ഒരു 150 സാരീസ് മേലെ ചെയ്തിട്ട് ഉറപ്പായിട്ടും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പല വേരിയേഷൻസ്, അതിൻ്റെ മേ ബി ന്യൂഡ് പിങ്ക്, ബേജ്, ഓഫ് വൈറ്റ്, ഐവറി, സിൽവർ, അങ്ങനെ കളറ് മാറിയും ഇതുമൊക്കെ ഒത്തിരി ചെയ്തിട്ടുണ്ട്. സോ അത് ഭയങ്കര ഒരു ഹിറ്റായിട്ട് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നൊരു ഇതാണ്. ഇപ്പോഴും എൻ്റെ ഞങ്ങളുടെ ഫേവറേറ്റ് സാരി ഏതാണെന്ന് വെച്ചാൽ ദാറ്റ് ഇസ് ഡെഫിനറ്റ്ലി വൺ ഓഫ് അവർ ഫേവറേറ്റ് ക്രിയേഷൻസ് ടിൽ ഡേറ്റ്. ഇപ്പം അത് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ലൈക്ക് ഒരു 8-9 years ഈസിലി ആയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഫണ്ണിയസ്റ്റ് ക്വർക്കിയസ്റ്റ് ആയിട്ടുള്ളൊരു റിക്വയർമെൻറ്റ് നിങ്ങൾ ഇപ്പോഴത് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് ചിരി വരും, അങ്ങനത്തെ ഒരു റിക്വയർമെൻറ്റ് എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? ആരെങ്കിലും പറഞ്ഞിട്ട്, ഏതെങ്കിലും ഒരു ബ്രൈഡിൻ്റെ അല്ലെങ്കിൽ ആരെങ്കിലും വന്നിട്ട് ഇങ്ങനത്തെ ഒരു സാധനം വേണം, പക്ഷെ നിങ്ങൾക്ക് ഇപ്പോഴത് ഓർക്കുമ്പോൾ എങ്ങനെ ചിന്തിച്ചു തോന്നുന്നൊരു എന്തെങ്കിലും ഒരു ഫണ്ണി മൊമെൻറ്റ്? ആദ്യം ഒരു സെലിബ്രിറ്റി ബ്രൈഡ് വന്നു എന്ന് പറഞ്ഞല്ലോ, അപ്പം വെഡിങ് ഗൗണാണ് ചെയ്യേണ്ടത്. അന്ന് വരെ ഞങ്ങൾ വെഡിങ് ഗൗൺ ചെയ്തിട്ടില്ല. അല്ല, ഞാൻ യെസ് പറയുന്നുണ്ടായിരുന്നില്ല, നിർബന്ധിച്ച് ഓക്കെ ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നേ ചെയ്യങ്ങട്. ഷീ ഹാഡ് കോൺഫിഡൻസ് ഇൻ അസ്. അപ്പം ഇല്ല ചെയ്താൽ ശരിയാകും എന്നുള്ള ഒരു ഇതിൽ അങ്ങനെ. അപ്പം വെഡിങ് ഗൗണോ, ഞാൻ പറഞ്ഞു വെഡിങ് ഗൗൺ ചെയ്യുന്ന വേറെ ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട വേണ്ട, യു ഗൈസ് ഹാവ് ടു ഡു ഇറ്റ്, എനിക്ക് അത്രയും കോൺഫിഡൻസ് എന്നാണ്. അപ്പം ഞങ്ങൾക്കില്ലാത്ത കോൺഫിഡൻസ് ബ്രൈഡിനോ എന്നുള്ളൊരു ഒരു ഇത്. പക്ഷേ എന്താ പറയുക, അത് നല്ലതായിട്ട് വന്നു, ഫിറ്റിംഗ് ഒക്കെ പെർഫെക്റ്റ് ആയിരുന്നു. അങ്ങനെയാണ് നമ്മൾ ആക്ച്വലി ആ ഒരു സെലിബ്രിറ്റി വെഡിങ്ങോടുകൂടിയാണ് നമ്മൾ ആക്ച്വലി വെഡിങ് ഗൗൺസ് തുടങ്ങിയത്. അതുവരെയും ഒരു സിംഗിൾ ഗൗൺ പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ഫ്രം ദി സ്ക്രാച്ച് അഗെയിൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഈ സെയിം ബിസിനസ് എന്ന് വിചാരിക്കാം. ഫ്രം ദി സീറോ യു ആർ ഗോയിങ് ടു സ്റ്റാർട്ട് അഗെയിൻ. ഡേബൽ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു. ഏത് കാര്യത്തിലായിരിക്കും നിങ്ങൾ ഇപ്പോഴത്തെ ഒരു ടെക്നോളജി ഒക്കെ, ഞാൻ നേരത്തെ പറഞ്ഞില്ല സോഷ്യൽ മീഡിയക്ക് ഇപ്പോഴല്ലേ കുറച്ചുകൂടെ ഇവോൾവ് ചെയ്തത്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ കുറച്ചുകൂടി ഈസിലി ആക്സസിബിൾ ആണ്. അപ്പം നിങ്ങൾ പ്ലാനിങ്ങിൽ നിങ്ങളുടെ ബിസിനസ് എക്സിക്യൂഷനിൽ ഈ ഒരു കാര്യം, പെർട്ടിക്കുലർ കാര്യം നിങ്ങൾ ഡിഫറെൻ്റ്ലി അപ്രോച്ച് ചെയ്തേനെ എന്നുണ്ടെങ്കിൽ വാട്ട് വാസ് ദാറ്റ് ആൻഡ് വൈ? ഞങ്ങൾ ശരിക്കും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ടോടെ അല്ല സ്റ്റാർട്ട് ചെയ്തത്.
ചെയ്ത് പഠിച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഓരോ കാര്യങ്ങളും പഠിച്ചത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ബാക്ക്ഗ്രൗണ്ട് പ്രോപ്പറായിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസിയർ ആയേനെ. ഇത്രയും സമയം എടുക്കില്ല. നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നാളുകൾ എടുത്ത്, അതായത് ഇതെല്ലാം കണ്ട് ഇതെല്ലാം അങ്ങനെയാണ് പഠിച്ചത്. അതിനേക്കാൾ അതിൻ്റെ ഒരു പ്രോപ്പർ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസിയർ ആയിരുന്നു തന്നെ. ഇത്രയും സമയം എടുക്കില്ലായിരുന്നു പഠിക്കാനായിട്ട്. ഒരു എന്താ പറയാ, ഒരു പർട്ടിക്കുലർ കാര്യത്തിനെ പറ്റി കുറച്ചുകൂടെ ഡീപ്പായിട്ട് പഠിച്ചതിന് ശേഷം ഒന്നും കൂടെ അതെങ്ങനെ, ലൈക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫാബ്രിക് കൺസംഷൻ എന്തേരം നമ്മൾക്ക് യൂസ് ചെയ്യണം. ആദ്യമൊന്നും അറിയത്തില്ലായിരുന്നു എത്രത്തോളം ആണ് ഇതിന് വേണ്ടത്. അങ്ങനെയുള്ള എന്താ പറയുക, അതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ് ഉണ്ടല്ലോ, അതിൽ കുറച്ചും കൂടെ എന്താ പറയാ നോളജ് കുറച്ചുകൂടി ഈസിയർ ആയിട്ട് ചെയ്യാൻ പറ്റിയാണ്. ഇതിപ്പം കുറച്ച് നാളെടുത്ത് പഠിക്കുകയോ ചെയ്തത്. നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആളുകളെ വെച്ചു, പിന്നീട് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പിന്നീടാണ് ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. എങ്ങനെയാണ് ഫാബ്രിക് എന്തോരം കൺസംഷൻ വരും, ഇതൊക്കെ ആദ്യമേ അറിയായിരുന്നു. അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസിയർ ആയിരുന്നു, കുറച്ചും കൂടെ പൈസ സേവ് ചെയ്യാൻ പറ്റും. ഇതൊരുപാട് അങ്ങനത്തെ മിസ്റ്റേക്സ് ഒക്കെ കുറെ മിസ്റ്റേക്സ് വരുത്തിയിട്ടാണ് അവസാനം ഇതാണ് ഇതിന്റെ കറക്റ്റ് വേ എന്നുള്ളത് പഠിച്ചത്. അപ്പോൾ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടും എങ്ങനെ ഇതിലേക്ക് എത്തി എന്നുള്ളൊരു ഒരു പോയിന്റ് ഉണ്ടല്ലോ. എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് എപ്പോഴാണ് ആ ഒരു മൊമെന്റ് ഇതിലേക്ക് തിരിയാം എന്ന് തീരുമാനിച്ചതും എങ്ങനെയായിരുന്നു? ഞങ്ങൾക്ക് ശരിക്കും ഞാൻ BCom ചെയ്തത്, രേഷ്മ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. ഞങ്ങൾക്കിതൊരു പാഷനാണ് ശരിക്കും. പിന്നെ ഒരു ക്രിയേറ്റീവ് സൈഡായിരുന്നു എപ്പോഴും കൂടുതൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളോടായിരുന്നു പണ്ടേ ഇഷ്ടം. പഠിക്കാനേക്കാളും ഇങ്ങനത്തെ കാര്യങ്ങളായിരുന്നു ഇഷ്ടം. പിന്നെ അന്ന് ഞാൻ പഠിക്കുന്ന സമയത്തൊന്നും അങ്ങനെ ഒരു ക്രിയേറ്റീവ്, ഇപ്പം ഫാഷൻ ഡിസൈനിങ് ഇതിലേക്കൊന്നും അത്രയും എല്ലാവരും പോയിരുന്നില്ല. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഉണ്ടായിരുന്നുവെങ്കിലും അങ്ങനെ ഫോക്കസ് ചെയ്തിട്ടില്ല. പക്ഷേ ഇത് കഴിഞ്ഞപ്പോഴാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാഗ്രഹം വന്നപ്പോഴാണ് ഇഷ്ടം ആലോചിച്ചപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളോ ക്രിയേറ്റീവ് സൈഡിനോട് തന്നെയാണ് ഇഷ്ടം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കോമൺ ആയിട്ട് അതിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഈ ഒരു ഇതിലേക്ക് വന്നത്. ഇപ്പം 18 years ആയിട്ടുള്ള ഒരു ജേർണിയാണ്. വെൻ വാസ് ദാറ്റ് വി ഡിഡ് ഇറ്റ്? അങ്ങനത്തെ ഒരു മൊമെന്റ് എപ്പോഴാണ് ഉണ്ടായിട്ടുള്ളത്? യെസ് വി ഡിഡ് ഇറ്റ് എന്നുള്ളൊരു മൊമെന്റ്. എനിക്ക് തോന്നുന്നു ഈ ക്ലയൻസ് കൂടുതൽ ബ്രൈഡ്സ് പോയവർ അവരുടെ സിസ്റ്റേഴ്സിനെയും ഒക്കെ ലൈക്ക് അവർക്ക് അത്രയും കോൺഫിഡൻ്റ് ആണല്ലോ, അവർ തിരിച്ചു വരത്തില്ലേ അവരുടെ സിസ്റ്ററിൻ്റെ അല്ലെങ്കിൽ അവരുടെ കസിൻസിൻ്റെ. അത് ആ ഒരു ഇത് നമുക്ക് 100% സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു ഇതാണ്. ആൻഡ് ദെൻ സെലിബ്രിറ്റീസ് ലൈക്ക് മിയ, ഭാവന, അവരൊക്കെ വെഡിങ് ആയി എനിക്ക് ഔട്ട്ഫിറ്റ് ചെയ്യണം അത്രേ പറയാറുള്ളൂ. റെസ്റ്റ് നമ്മളുടെ തീരുമാനമാണ്. ലൈക്ക് വാട്ട് ടു വെയർ അത്രത്തോളം ബ്ലൈൻഡ്ലി നമ്മളെ ബിലീവ് ചെയ്യുന്നത് കൊണ്ടാണല്ലോ. ലൈക്ക് ഈവൻ സെലിബ്രിറ്റീസ് മാത്രമല്ല, മിക്ക ബ്രൈഡ്സും ലൈക്ക് യു ടെൽ അസ് എന്താ വേണ്ടേ, അങ്ങനെ സ്യൂട്ട് ചെയ്യുന്ന ആ ഒരു ട്രസ്റ്റ് ഫാക്ടർ ഉണ്ടല്ലോ. ആ ഒരു ട്രസ്റ്റ് ഫാക്ടർ തന്നെ ഇപ്പം ഈ പറയുന്ന സെലിബ്രിറ്റീസ് മിയയ്ക്കോ അല്ലെങ്കിൽ ഭാവനയ്ക്കോ ഒക്കെ ഒരു നോർത്ത് ഇന്ത്യൻ ഒരു അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടല്ല, ബട്ട് ദെൻ ദേ ട്രസ്റ്റ് അസ്. അങ്ങനെ ആ ഒരു അതൊരു എന്താ പറയുക, ഒരു മേജർ റെക്കഗ്നിഷൻ തന്നെയാണ് എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഈ ഓൺലൈൻ ബുട്ടീക്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഓൺലൈനിൽ തന്നെ ഐ മീൻ അഫോർഡബിൾ റേഞ്ചിൽ കുറേ കുർത്തീസ് അങ്ങനത്തെ ഡെയിലി കാഷ്വൽ വെയർസ് വിറ്റിട്ട് അത് ഭയങ്കര വൈറലാവുന്ന ആൾക്കാരുണ്ട്. ആൻഡ് ഇതുപോലെ കസ്റ്റമൈസ്ഡ് പ്രീമിയം ക്ലയൻസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഒരാൾ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങണം എന്ന് പ്ലാൻ ചെയ്യുമ്പോൾ വിച്ച് ഇസ് ദി ഈസി ഓപ്ഷൻ, അല്ലെങ്കിൽ ഇത് ചെയ്താൽ കുറച്ചൊരു ബെറ്റർ ആയിരുന്നു എന്ന് പറയാൻ പറ്റുന്നൊരു സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ബിസിനസ് ഓപ്ഷൻ ഏതാണ് ഇൻ ക്ലോത്തിങ് ബ്രാൻഡ്? ക്ലോത്തിങ്ങിൽ കാഷ്വൽ സ്റ്റാർട്ടിങ്ങിൽ കുറച്ചും കൂടി ഈസിയർ സെൽ ചെയ്യാനായിട്ട് ഓഫ് കോഴ്സ് ഇത് ഈ ഒരു ഇതൊക്കെ തന്നെയായിരിക്കും. ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് ഒരു കസ്റ്റമർ തിരിച്ചു വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ മേക്ക് ഷുവർ ക്വാളിറ്റി, നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് എന്താ പറയുക ഒരു ബജറ്റിൽ കൊടുക്കാൻ. ഒരു ബ്രൈഡൽ കസ്റ്റമൈസേഷനിലേക്കൊക്കെ എത്തണമെങ്കിൽ കുറച്ചൊരു ട്രസ്റ്റ് ആദ്യം ബിൽഡ് ചെയ്താലായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇപ്പം ഞങ്ങളും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഡിസൈനർ എന്നുള്ളൊരു ഇതല്ല സ്റ്റാർട്ട് ചെയ്ത്, പതുക്കെ ആ ഒരു ട്രസ്റ്റ് വന്നു, കസ്റ്റമേഴ്സ് വരുന്നുണ്ട്, ഞങ്ങളുടെ പ്രോഡക്ട്സ് അവർക്ക് ഇഷ്ടപ്പെടുന്നു. ആ ഒരു ലെവലിൽ ആ ഒരു ഇതെത്തിയപ്പോഴാണ് ഞങ്ങളുടെ തന്നെ ഒരു ബ്രാൻഡ് എന്നുള്ളതിലേക്ക് ലോഞ്ച് ചെയ്തത്. ഇനീഷ്യൽ ഫേസ് എപ്പോഴും ഒരു പതുക്കെ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് കുറച്ചും കൂടി ഒരു ലക്ഷറി അല്ലെങ്കിൽ പ്രീമിയം അല്ലെങ്കിൽ ഒരു കസ്റ്റമൈസേഷനിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇച്ചിരി കൂടി ഗ്രോ ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ കുറേ സെലിബ്രിറ്റീസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത കാര്യം പറഞ്ഞല്ലോ, ആരൊക്കെയാണ്, ഒരു ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ചോദിക്കുകയാണ്, ആരൊക്കെയാണ് അസോസിയേറ്റ് ചെയ്ത സെലിബ്രിറ്റീസ് ആൻഡ് ആരാണ് ഡ്രീം സെലിബ്രിറ്റി യു വോണ്ട് ടു കൊളാബറേറ്റ്? ഡ്രീം സെലിബ്രിറ്റി
would be Deepika Padukone. What about you? നയൻതാര. Perfect choice. So one business habit you both religiously follow. ഈ ഒരു കാര്യം since 18 years ആയിട്ട് നിങ്ങളുടെ ഒപ്പമുണ്ട് ഈ ഒരു ഹാബിറ്റ്. What is that? One business habit. Consistency and hard work. Definitely. Like നമ്മൾക്ക് പേഴ്സണൽ ലൈഫിലൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മൾക്ക് എന്തൊക്കെ ഈവൻ ബിസിനസ്സിലാണെങ്കിലും ഇപ്പം കൊറോണ വന്നു അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയാ സെറ്റ് ബാക്സ് വന്നാലും നമ്മളത് എന്താ പറയാ ആ ഒരു മിസ്റ്റേക്സ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ആയിട്ട് എടുക്കാന്നല്ലാതെ അതെങ്ങനെ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് എല്ലാത്തിനും വേണം. കാരണം പോസിറ്റീവ് ഔട്ട്ലുക്ക് ഇല്ലാണ്ട് ബിസിനസ് ചെയ്യാൻ പറ്റില്ല. ലൈക്ക് അത് ശരിയാകും എന്നുള്ളത് ഇപ്പം നമ്മളുടെ ലൈഫിൽ പേഴ്സണലിലാണെങ്കിലും നമ്മൾക്ക് അതല്ലാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടും ഇതുപോലത്തെ സെറ്റ് ബാക്സ് വരാം. ഇപ്പോൾ കൊറോണ സമയത്ത് അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്താൽ ആ സമയത്താണ് നമ്മളുടെ ഓൺലൈൻ ബ്രൈഡൽ കസ്റ്റമൈസേഷൻ ഏറ്റവും പീക്കിലെത്തിയത്. അപ്പം ഓരോന്നിനും ആ സമയത്ത് എന്ത് വർക്ക് ആവും എന്നുള്ളത് നോക്കി മുന്നോട്ട് പോകുക എന്നുള്ളത്, അതായത് പോസിറ്റീവായിട്ട് കാണുക. അല്ലെന്നുണ്ടെങ്കിൽ ഒരെണ്ണമൊന്നും ഇനിയിപ്പോൾ ഒരു കാര്യമില്ല എല്ലാം തീർന്നു എന്ന ആ മൈൻഡ് സെറ്റ് മാറ്റി വെക്കുക. ബിസിനസ് ശരിക്കും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റിട്ടേൺസ് ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വരാൻ തന്നെ ഒരു 3-4 വർഷം എടുത്തിട്ടുണ്ട്. അപ്പം അത്രയും നാളും നമുക്ക് നമ്മളിൽ തന്നെ ഒരു കോൺഫിഡൻസ് വേണം. ഇതാകും, സക്സസ് ആകും, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്താലും ആ ഒരു ഡിറ്റർമിനേഷൻ നമുക്ക് വേണം, കൺസിസ്റ്റൻസി വേണം, ഹാർഡ് വർക്ക് വേണം, പോസിറ്റിവിറ്റി വേണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ ഒരു ബിസിനസ് സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാ മറ്റുള്ളവർക്ക് നമ്മളിലുള്ള വിശ്വാസത്തിനേക്കാൾ കൂടുതൽ നമുക്ക് നമ്മളിലൊരു വിശ്വാസം വേണം. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. മേ ബി നാളെ ആൾക്കാർ പറയാം ഓക്കെ ഡിസൈൻസ് ഒന്നും അത്ര നമ്മൾ ചെയ്യുന്ന ആ ഒരു ജോലിയിൽ നമ്മൾക്ക് 100% വിശ്വാസവും നമ്മൾ 100% എഫേർട്ടും ഇടുന്നുണ്ട്, നമ്മൾ 100% ട്രൂത്ത്ഫുള്ളുമാണ് അതിനോടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിനൊരു എന്താ പറയുക പോസിറ്റീവ് ഔട്ട്കം ഉണ്ടാവും. ആരെന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും എത്ര ടൈം എടുത്തെന്ന് പറഞ്ഞാലും. പറഞ്ഞില്ലേ പേഴ്സണൽ കാര്യങ്ങളൊന്നും നമ്മുടെ ബിസിനസ്സിനെ അല്ലെങ്കിൽ പ്രൊഫഷൻ എഫക്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ഏതെങ്കിലും ഒരു ലോവസ്റ്റ് പോയിന്റിൽ, ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റിൽ തിരിച്ച് റീഗെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ വീണ്ടും ഒന്നുകൂടി ഐ മീൻ ഇറ്റ്സ് ഓക്കെ എവറിത്തിങ് ഇസ് ഗോയിങ് ടു ബി ഫൈൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു മൊമെന്റിൽ ഹൂ ഇസ് യുവർ സപ്പോർട്ട് സിസ്റ്റം? അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് സിസ്റ്റം. She is my biggest support system. എന്താണ് ഫോളോ ചെയ്യുന്ന ഒരു മോട്ടോ? ഇനിയിപ്പോ പെട്ടെന്ന് ഡിസപ്പോയിന്റ്മെന്റ് വരുന്നൊരു കാര്യമാണല്ലോ. അപ്പൊ ബിസിനസ് ഞങ്ങൾക്ക് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്, നമുക്ക് സാലറി കിട്ടുമ്പോൾ ഫുൾ മോട്ടിവേഷൻ ആണ്, ഫസ്റ്റ് ഓഫ് ദ മന്ത് നമുക്ക് ഓക്കെയാണ്. പക്ഷെ ബിസിനസ്സിൽ നമുക്ക് റവന്യൂ വരുന്നതിനോടൊപ്പം തന്നെ ഒരു ലോസ് വരുന്ന സമയത്ത് നമുക്ക് ഡെഫിനറ്റ്ലി ഒരു ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടാകും. ഇപ്പൊ ഈ റീഗെയിൻ ചെയ്യാൻ ബാക്ക് ടു ആക്ഷൻ എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് എത്താൻ ഒരു ഫോളോ ചെയ്യുന്ന മോട്ടോ, നിങ്ങൾ ഫോളോ ചെയ്യുന്ന എന്താണ്? എവറിബഡി ഹു ഇസ് ഗോയിങ് ടു ബി ഡൂയിങ് എ ബിസിനസ് അവർ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? വാട്ട്സ് അഡ്വൈസ്? സ്റ്റേ പോസിറ്റീവ് എന്നുള്ള ഒരു എന്തൊക്കെ വന്നാലും നമുക്ക് ഫൈറ്റ് ബാക്ക് ചെയ്യാം. ആ ഒരു സ്പിരിറ്റ് ഉള്ളിലുണ്ടായാൽ മതി. കേൾക്കുമ്പോൾ സിമ്പിളായിട്ട് തോന്നും, പറയാനും ഈസിയാണ് സ്റ്റേ പോസിറ്റീവ് എന്ന്. പക്ഷെ ഫേസ് ഇറ്റ് എന്നുള്ളത് ഉള്ളൂ. അല്ലാണ്ട് അതിൽ നിന്ന് ഒളിച്ചോടിയിട്ട് കാര്യമില്ല. ഫേസ് ഇറ്റ്. എന്തൊക്കെ സെറ്റ് ബാക്സ് വന്നാലും ഇത് വന്നാലും അത് മുന്നോട്ട് ശരിയാകും. എന്താ പറയുക, ഈ നല്ല കാലവും ഒത്തിരി കാലത്തേക്ക് ഉണ്ടാവില്ല, ചീത്തക്കാലവും അതുപോലെ തന്നെയാണ് ഒത്തിരി കാലത്തേക്ക് ഉണ്ടാവില്ല. ലൈക്ക് തിങ്സ് ഇവൻച്വലി കയറ്റം ഉണ്ടെങ്കിൽ ഇറക്കമുണ്ട് എന്ന് പറഞ്ഞ പോലെ രണ്ടും നമ്മൾ ഫേസ് ചെയ്യുക. അതായത് നമ്മൾ സക്സസ് ഫേസ് ചെയ്യുന്ന അതേ ചിരിയോടുകൂടെ ആ എന്താ പറയുക ലോ പോയിന്റിനെയും നമ്മൾ കാണുക. നിങ്ങൾ ഫാഷൻ ഷോ സ്റ്റാർട്ട് ചെയ്ത കാലം പറഞ്ഞല്ലോ. ഇപ്പോഴത്തെ ഒരു ഫാഷൻ ഷോയിലൊക്കെ നമ്മൾ പറഞ്ഞ ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ടുവന്നിട്ട് അവർ ഫാഷൻ ഷോ ചെയ്യാറുണ്ട്. വളരെ പ്രൊഫഷണലി ചെയ്യുന്നതുണ്ട്, അമച്വർ രീതിയിൽ ചെയ്യുന്നതുണ്ട്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന് ഇതിലേക്കുള്ളൊരു എൻട്രി ഉണ്ടല്ലോ, അതിനെങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കാണുന്നത്? വാട്ട് ഇസ് യുവർ പോയിന്റ് ഓഫ് വ്യൂ? എങ്ങനെയാണ് നോക്കി? ഇൻഫ്ലുവൻസേഴ്സ് ഡെഫിനറ്റ്ലി ഹെൽപ്ഫുൾ ആണ്. കാരണം ഒരു പ്രോഡക്റ്റ് ആളുകളിലേക്ക് എത്തിക്കാനും മാർക്കറ്റ് ചെയ്യാനും ഒക്കെ കുറേ കൂടി ഈസിയർ ആണ്. ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങുന്ന ഒരു ബ്രാൻഡ് ആണെങ്കിലും ഫോളോവേഴ്സ് ഉള്ള ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും ആ ഒരു ഏതാണ് കാറ്റഗറി, ആ കാറ്റഗറിയിലുള്ള ഇൻഫ്ലുവൻസേഴ്സ് ആകുമ്പോൾ നമുക്ക് കുറേ കൂടി ഈസിയർ ആണ്. ഇപ്പോൾ ഇവിടുത്തെ തന്നെ ഇൻഫ്ലുവൻസേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ മിക്കവാറും ഇവിടെ കേരളത്തിലുള്ള ഒരു ഇപ്പം ഫാഷൻ റിലേറ്റഡ് ആയിട്ട് കണ്ടന്റ് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ പണ്ടേ തൊട്ട്
ക്ലയൻസ് ആണ്. ഇപ്പോൾ മന്നത്തിലൊക്കെ ആണെങ്കിലും പലരും കോളേജിൽ പഠിക്കുമ്പോൾ തൊട്ട്, കാരണം ഇത്രയും നാളായിട്ടുള്ള ഒരു ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ കോളേജിൽ ഉള്ളപ്പോൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ തൊട്ട് ഇവരൊക്കെ വന്ന് അങ്ങനെ, കാരണം ഇവരും ഒരു ഫാഷൻ ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണല്ലോ ഈ ഫീൽഡിലേക്ക് വന്നത്. അങ്ങനെ പണ്ടേ തൊട്ട് ക്ലയൻസ് ആണ് ഇൻഫ്ലുവൻസേഴ്സ് മിക്കവാറും എല്ലാവരും തന്നെ. ഇപ്പം മന്നത്ത് ലേബലം എന്നുള്ള 2 പേരുകൾ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് നമ്മൾ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. സോ എങ്ങനെയാണ് അതിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്? 2 ബ്രാൻഡ് എന്തൊക്കെയാണ്, ഇപ്പോഴും ഇൻഡിപെൻഡന്റ് ആയിട്ടാണോ ഓപ്പറേഷണൽ ആയിരിക്കുന്നത്, ആൻഡ് വാട്ട് ഇസ് അണ്ടർ ദാറ്റ്? മന്നത്ത് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സ്റ്റാർട്ടിംഗ് റേഞ്ച് ഡെയിലി വെയർ, കാഷ്വൽ വെയർ, സെമി പാർട്ടി വെയർ, അങ്ങനെയുള്ള ഒരു കാറ്റഗറിയാണ്. അതായത് ഒരു 2000 to ഒരു 15,000 ആണ് മന്നത്തിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത്. ലേബിൾ എം എന്ന് പറയുമ്പം ഈ ലേബിൾ എം എന്നുള്ള പേര് തന്നെ നമ്മൾ ഈ ഒരു ബ്രൈഡൽ സെഗ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രീമിയം സെഗ്മെൻറ്റ് തുടങ്ങാൻ നേരത്ത് ലേബിൾ മന്നത്ത്, അങ്ങനെയാണ് ലേബിൾ എം എന്നുള്ള ഒരു ബ്രാൻഡ് ഉണ്ടാകുന്നത്. അതിൽ വരുന്നത് കുറച്ചും കൂടെ പ്രീമിയം റേഞ്ചാണ്. അതായത് ഒരു 20,000 അബവ് ബഡ്ജറ്റിലാണ് കൂടുതലും വരുന്നത്. കൂടുതലും കസ്റ്റമൈസേഷനാണ്, ബ്രൈഡൽ കസ്റ്റമൈസേഷനാണ് വരുന്നത്. ബ്രൈഡ്സിൻ്റെ മദേഴ്സിനും സിസ്റ്റേഴ്സിനും അങ്ങനെയൊക്കെ ബ്രൈഡൽ കസ്റ്റമൈസേഷനാണ് കൂടുതലായിട്ടും വരിക. അപ്പോൾ അതിനകത്ത് വെഡിങ് സാരീസ്, വെഡിങ് ഗൗൺസ്, വെഡിങ് ലെഹങ്കാസ് ഉണ്ട്. അതല്ലാണ്ട് ഇങ്ങനെ ബ്രൈഡ്സിൻ്റെ സിസ്റ്റേഴ്സിനും ഒക്കെ പറ്റുന്ന തരത്തിലുള്ള ലെഹങ്കകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കസ്റ്റമൈസേഷനാണ് കൂടുതലായിട്ടും ലേബിളും ഫോക്കസ് ചെയ്യുന്നത്. മന്നത്ത് സ്റ്റോർ സെയിൽസും ഓൺലൈൻ സെയിൽസും ഉണ്ട്. എവിടേക്കാണ് ഓഫ്ലൈൻ സെയിൽസ് ഉള്ളത്, എവിടേക്കാണ് ഓൺലൈൻ സെയിൽസ് ഉള്ളത്? ഓൺലൈൻ സെയിൽസ് ഇൻസ്റ്റാഗ്രാം ആൻഡ് വെബ്സൈറ്റും ഉണ്ട്. ഓഫ്ലൈൻ ആയിട്ടുള്ളത് നമുക്ക് NH വൈറ്റ്ലയിൽ ബൈപ്പാസിലുള്ള സ്റ്റോറും ലുലുവിലൊരു സ്റ്റോറുമാണ്. ഡെഫിനറ്റ്ലി ത്രൂ ഔട്ട് കേരള ഉണ്ട്. പിന്നെ ബാംഗ്ലൂർ, ഹൈദരാബാദ്, ചെന്നൈ, അങ്ങനെയൊക്കെ കുറേ ഓർഡേഴ്സ് ഉണ്ട്. പിന്നെ ദുബായ്, US, കാനഡ, ഓസ്ട്രേലിയ, ഇന്റർനാഷണൽ ഷിപ്പിംഗും ഉണ്ട്. സെയിം തന്നെ ലേബിളമിൻ്റെ പ്രൊഡക്റ്റ് കസ്റ്റമൈസേഷൻ എടുത്താലും റൈറ്റ്സ് ഒക്കെ US, ഓസ്ട്രേലിയ, UK അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ വരാറുണ്ട്. ഓഫ്ലൈൻ സെയിൽസ് അപ്പം കേരളത്തിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യണം. എക്സ്പാൻഷൻ ഉണ്ടോ? എങ്ങനെ കേരളത്തിന് പുറത്തേക്ക് പ്ലാനിങ് ഉണ്ടോ? നിയർ ബൈ എക്സ്പാൻഷൻ പ്ലാൻസ് എന്തൊക്കെയാണ്? നമുക്ക് ഓൺലൈനിൽ കുറച്ചും കൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. ഓഫ്ലൈൻ ഇപ്പം തൽക്കാലം ഫിസിക്കൽ സ്റ്റോഴ്സ് ഉടനെ ഒന്നും നമ്മൾ പ്ലാൻ ചെയ്യുന്നില്ല. ഏതാണ് ഒരു ഡ്രീം സിറ്റി പ്ലാനിങ് ഉണ്ടെങ്കിൽ? ഹൈദരാബാദ്. വൈ? ബിക്കോസ് നമുക്ക് ഇപ്പം ഉള്ള കസ്റ്റമേഴ്സ് കൂടുതലും ഹൈദരാബാദ്, ബാംഗ്ലൂർ ഒക്കെ ബേസ്ഡ് ആണ്. ആളുകളുടെ ഒരു ഫാഷൻ ട്രെൻഡിൽ വന്ന് ഇവോൾവിങ് എങ്ങനെയാണ്, ആ ഒരു എവല്യൂഷൻ എങ്ങനെ കാണുന്നത്? എല്ലാവരും അപ്ഡേറ്റഡ് ആണ്. ഇപ്പം ഈ സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാമും ഇതുമെല്ലാം ഉള്ളത് കാരണം തന്നെ എല്ലാവരും വെൽ അപ്ഡേറ്റഡ് ആണ്. ഇപ്പോൾ ബ്രൈഡ്സ് ഒക്കെ തന്നെയാണെങ്കിലും വരുന്ന ബ്രൈഡ്സിൽ ഒരു എന്താ പറയുക, ഒരു 50% ആൾക്കാർക്കും ക്ലിയർ വിഷൻ ഉണ്ട്. എനിക്ക് എന്താ ചേരുന്നത്, എനിക്ക് എന്താ വേണ്ടുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു ക്ലിയർ വിഷനോടുകൂടെ തന്നെയാണ് വരുന്നത്. സോ എല്ലാവരും ഒരു ഫണി ഇൻസിഡൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ദിവസം ഞാൻ മന്നത്തിൽ ഇങ്ങനെ സാരീസ് കാണിച്ചു കൊടുക്കുമായിരുന്നു. അപ്പം ഒരു അമ്മയും ഉണ്ട്, മോളുണ്ട്, കൊച്ചുമോളുണ്ട്. അപ്പം ഗ്രാൻഡ് മദർ പറയുക ബേൺഡ് ഓറഞ്ച് ഇപ്പം ഇന്നാണ്. അപ്പൊ ഞാൻ ആന്റി വെൽ അപ്ഡേറ്റഡ് ആണല്ലോ എന്ന് പറഞ്ഞു. ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീല് കാണുന്നതല്ലേ, ബേൺഡ് ഓറഞ്ച് സാരി എടുത്തോ, അതിപ്പം ഇന്നായിട്ടുള്ള കളറാണ്. സോ ഗ്രാൻഡ് മദേഴ്സ് വരെയും വെൽ അപ്ഡേറ്റഡ് ആണ്. ഇതുവരെ എടുത്ത് കുറെ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടായിട്ടുണ്ടാവുമല്ലോ ബിസിനസ്സിലൊക്കെ. ഇതുവരെ എടുത്തൊരു ബിസിനസ് റിസ്കിൽ യു ആർ മോസ്റ്റ് പ്രൗഡ് ഓഫ്, ഇതെടുത്തത് വർത്ത് ഇനഫ് എന്ന് ഫീൽ ചെയ്യുന്നത്? ഈ ഒരു സ്പേസ് ഇങ്ങോട്ടേക്ക് മാറാനായിട്ട്. കാരണം ആ സമയത്ത് ഞങ്ങൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന 2012 ഓൾമോസ്റ്റ് 13 years ബാക്ക് ഈ ഒരു സ്പേസ്. ആ സമയത്ത് ശരിക്കും NH ബൈപ്പാസിൽ ഈവൻ ഷോപ്സ് തന്നെ വളരെ കുറവാണ്. ഈ ഫാഷൻ റിലേറ്റഡ് തീരെ കുറവെന്ന് തന്നെ പറയാം, വളരെ കുറവായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു ബോൾഡ് ഡിസിഷൻ ആയിരുന്നു ഇങ്ങോട്ടേക്ക് ഒരു സ്പേസ് എടുക്കുക എന്നുള്ളത്. അപ്പം അതാണ് ഞങ്ങൾ എടുത്തതിലൊരു ബോൾഡ് ഡിസിഷൻ, ഞങ്ങളുടെ ഒരു ശരിക്കും ഒരു ബിസിനസ്സിലൊരു ചേഞ്ച് കൊണ്ടുവന്നത്.
Pricing, production, cost, sourcing, which is the most challenging part? പ്രൊഡക്ഷൻ മാനേജ് ചെയ്യുക എന്നുള്ളത് കുറച്ചൊരു ചാലഞ്ചിങ് ആണ്, എസ്പെഷ്യലി വെൻ അറ്റ് സീസൺ. ഈ ഒരു ഡിസംബർ അല്ലെങ്കിൽ ആ ഒരു ചിങ്ങം, ഡിസംബർ ആ ഒരു സീസണുകളൊക്കെ ഉണ്ടല്ലോ, നമ്മൾക്ക് കല്യാണം കൂടുതലുള്ളപ്പം. അപ്പം ചില സമയത്ത് ലാസ്റ്റ് മിനിറ്റ് ബ്രൈഡ്സ് വരാറുണ്ട്. അപ്പം ചില സമയത്ത് എന്താ പറയുക, നമുക്ക് നോ പറയാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾക്ക് പ്രൊഡക്ഷൻ ചില സമയത്ത് ഈ ഒരു സീസൺ സമയത്ത് നമ്മൾക്ക് ഭയങ്കര ചാലഞ്ചിങ് ആയിട്ട് തോന്നാറുണ്ട്. റെഡിമെയ്ഡ്സിന്റെ കാര്യം പറയുകയാണെങ്കിലും നമ്മളൊരു 4 മാസം 5 മാസം മുമ്പേ ഡിസൈൻ ചെയ്യാറുണ്ട്. കാരണം ഇപ്പം മന്നത്തിലുള്ള പ്രോഡക്ട്സ് ആണെങ്കിലും ഒരു 70% നമ്മൾ ഡിസൈൻ ചെയ്യുന്ന പ്രോഡക്ട്സ്. അപ്പോൾ അടുത്തൊരു സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ഇപ്പം ഒരു ഏപ്രിലൊക്കെ ആണെങ്കിൽ ഒരു 4 മാസം മുമ്പേ നമ്മൾ അതിൻ്റെ ഡിസൈനിങ് ചെയ്ത് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത്, അപ്പം അതുമെല്ലാം നേരത്തെ ചെയ്ത് പ്ലാൻ ചെയ്ത് ആ ഒരു ഇത് കോർഡിനേറ്റ് ചെയ്യാനും ഇത് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനും ഒക്കെ അതിലാണ് കുറച്ച് അത് ഈസിയാണ്. റെഡിമെയ്ഡ് പ്രൊഡക്ഷൻ മാനേജ് ചെയ്യുന്നത് ഈസിയാണ്. പക്ഷേ ഈ ബ്രൈഡൽ കസ്റ്റമൈസേഷൻ എന്ന് പറയുന്നത് ലൈക്ക് നമുക്ക് 40 days ഒക്കെ കിട്ടുള്ളൂ. അതിൻ്റെ ഇടയിൽ എന്താ പറയുക, അർജൻറ്റ് റിക്വയർമെൻറ്റ്സ് വരാം. അങ്ങനെയുള്ള കുറച്ച് ചാലഞ്ചസ് ഉണ്ട്. അപ്പം ഈ ബ്രൈഡൽ കസ്റ്റമൈസേഷനിലാണ് പ്രൊഡക്ഷനിലാണ് നമ്മൾ കൂടുതൽ ചാലഞ്ചസ് നേരിടുന്നത്. എത്ര രൂപ ഉണ്ടെങ്കിൽ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും? ഇപ്പോൾ കുറേ കൂടി ഇപ്പോൾ സ്റ്റോറൊന്നും ഇല്ല, ഓൺലൈൻ ആണെങ്കിൽ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ലല്ലോ. ഞങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റോറും ഇൻറ്റീരിയേഴ്സും സ്റ്റോക്കും എല്ലാം വെച്ചിട്ട് വളരെ വളരെ സ്ലോ ആയിട്ടുള്ള ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഓൺലൈൻ ഇതുണ്ട്, കുറച്ച് മാർക്കറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു അത്രയും ഒരു എക്സ്പെൻസിൻ്റെ ആവശ്യമില്ല. പബ്ലിസിറ്റി വൈസും അത് ഭയങ്കര ഈസിയാണ്. ഒരു ഇൻഫ്ലുവൻസറിന് ആയിട്ട് ഒരു ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഈസിയാണ്. മാർക്കറ്റിംഗ് ആണെങ്കിലും ഈ ഒരു പ്രോഡക്റ്റ് ഇത്ര ആൾക്കാരിലോട്ട് എത്തിക്കാനും ഭയങ്കര ഈസിയാണ്. അതേസമയം 18 years ബാക്ക് നമ്മൾക്ക് ഭയങ്കര എന്താ പറയുക, ഏറ്റവും കൂടുതൽ ചിലവ് ഒരു സ്റ്റോറ് തുറന്ന് ഇത് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ മാർക്കറ്റിങ്ങിനായിരുന്നു അവിടെ ഏറ്റവും കൂടുതൽ എന്താ പറയുക റേറ്റ് വരിക. അതായത് ഒരു ഹോർഡിങ് വെക്കുക, അല്ലെങ്കിൽ മാഗസിൻസിൽ കൊടുക്കുക, ന്യൂസ് പേപ്പേഴ്സിൽ കൊടുക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇതായിരുന്നു. ആൻഡ് ടാർഗറ്റഡ് ഓഡിയൻസ് എന്താ പറയുക, ഇതെല്ലാം കുറച്ച് ഇതായിരുന്നു. ഇതിപ്പം ഇൻസ്റ്റാഗ്രാം തുടങ്ങിയപ്പം ഉള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളുടെ ഓഡിയൻസിനെ നമ്മൾക്ക് ടാർഗറ്റ് ചെയ്യാം. ഇന്ന ആൾക്കാരിലോട്ട് പോയാൽ മതി, ഇന്ന ഏജ് ഗ്രൂപ്പിലോട്ട് പോയാൽ മതി. അതൊക്കെ ഒരു എന്താ പറയുക, ഇന്നത്തെ സമയത്ത് ബിസിനസ് തുടങ്ങുമ്പം ഈസി ആൻഡ് കോസ്റ്റ് സേവിങ് ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് തോന്നുന്നുണ്ട്. ആ ഒരു 5 lakhs ഒക്കെ എടുത്ത് 5 lakhs ഒക്കെ ഉണ്ടെങ്കിൽ ആർക്കും ഈസി ആയിട്ടൊരു ക്ലോത്തിങ് ബ്രാൻഡ് ഓൺലൈൻ തുടങ്ങാൻ പറ്റുന്നു. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്തൊരു വെഞ്ചറാണ്. ഫസ്റ്റ് നിങ്ങൾക്കിടയിലേക്ക് ആദ്യമായിട്ട് വന്ന ഒരാൾ ആരാണ്? ആദ്യമായിട്ട് ഹയർ ചെയ്ത പേഴ്സൺ ആരാണ്? ഏത് പോസ്റ്റിലേക്കാണ് ഹയർ ചെയ്തത്? സെയിൽസിൽ തന്നെ. ആദ്യമേ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരാൾ സെയിൽസിന് ഒരാൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ കൂടാതെ പിന്നെ ഒരാൾ മാത്രമേ ഉള്ളൂ സ്റ്റോറിൽ. പിന്നീട് പതുക്കെയാണ് അതായത് ഓരോ സെക്ഷനും ഓരോരുത്തർന്നുള്ള ഒരു ഇതിലേക്ക് വന്നത്. ഇപ്പോഴത്തെ ഒരു ഇത് എടുക്കുവാണെങ്കിൽ അക്കൗണ്ട്സിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഒരു 4 പേരുടെ ടീമുണ്ട്, ഡിസൈനേഴ്സ് ഉണ്ട്, അങ്ങനെ ഓരോ ഇതിലും പാക്കിങ്ങിന് ഒരു ആളുകളുണ്ട്. പക്ഷെ ആ ഒരു ഇനീഷ്യൽ ഫേസിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരാൾ മാത്രം, സെയിൽസിന് ഒരാൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതെല്ലാം ഞങ്ങൾ തന്നെ പാർഷ്യലി ഞങ്ങൾ തന്നെയാണ് ചെയ്തിരുന്നത്. സെയിൽസിൽ ഒരുമിച്ചുണ്ടായിരുന്നു, അതുപോലെ അക്കൗണ്ട്സ് എല്ലാത്തിലും ഞങ്ങളും ഇൻവോൾവ് ആയിരുന്നു. അതെ, എല്ലാ കാര്യങ്ങളിലും ഇനീഷ്യൽ ഫേസിൽ ഞങ്ങൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് ആ ഒരു ഇൻകം ഒക്കെ വന്ന് ഗ്രാജുവലായിട്ടൊരു ഗ്രോത്ത് വന്നപ്പോഴാണ് എല്ലാ സെക്ഷനും ആളുകളായത്. പൊതുവെ മാനേജ്മെന്റ് പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് എംപ്ലോയീസ് എന്തെങ്കിലും ചെയ്താൽ അപ്രിഷിയേറ്റ് ചെയ്യാൻ കുറച്ച് മടിയാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടൊരു ചോദ്യം ചോദിക്കാം. എംപ്ലോയീസ് ചെയ്യുന്ന ഒരു കാര്യം, ബട്ട് നിങ്ങൾ രണ്ടുപേരും സീക്രറ്റ്ലി അഡ്മയർ ചെയ്യുന്നുണ്ട്, ദാറ്റ് നിങ്ങൾ അത് ഇംപ്രസ്ഡ് ആണ് ആ ഒരു കാര്യത്തിൽ. എന്തായിരിക്കും ക്വാളിറ്റി? എന്ത് ക്വാളിറ്റി ആണെങ്കിലും ലൈക്ക് ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും നമ്മൾ നല്ലത് കണ്ട് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യും. കാരണം ഞങ്ങളെപ്പോഴും നമ്മൾക്കൊരു അപ്രിസിയേഷൻ കിട്ടുന്ന കാര്യത്തിനെ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അത് നമ്മളെ ഹാപ്പിയാക്കി കൂടുതൽ അതിലോട്ട് നമ്മൾ എഫേർട്ട് എടുത്തില്ലേ. അതേസമയം നമ്മൾ മാക്സിമം ചെയ്തിട്ടും നെഗറ്റീവ് പറയുമ്പോഴത്തേക്ക് നമ്മൾക്ക് പിന്നെ അതിൽ നിന്ന് വലിയാനൊരു
ഒരു ടെൻഡൻസി ഉണ്ടല്ലോ. അപ്പം നല്ലത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മളത് അവരോട് പറയും, അവരെ അപ്രീഷിയേറ്റ് ചെയ്യും. പിന്നെ എന്താ പറയുക, ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇപ്പം ഞങ്ങളുടെ ഒരു റിസപ്ഷനിസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്ത ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടി ആക്ച്വലി റിസപ്ഷനിസ്റ്റ് ആയിട്ടാണ് വന്നത്. ഫാഷൻ ബാക്ക്ഗ്രൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് അതിൻ്റെ ഫ്രീ ടൈമിൽ ഇരുന്ന് ഈ എംബ്രോയ്ഡറി ഡിസൈൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ എംബ്രോയ്ഡറി ഡിസൈൻ ചെയ്യുന്നത് കണ്ടപ്പോൾ ആ കുട്ടീനോട് ഞങ്ങൾ ചോദിച്ചു, എന്നാൽ റെഡിമെയ്ഡ്സിലോട്ട് എംബ്രോയ്ഡറി ഡെവലപ്മെൻറ്റ് സെഷനിലോട്ട് മാറുന്നോന്ന് ചോദിച്ചു. എംബ്രോയ്ഡറി അതിന് ശേഷം ആ ഒരു സെഗ്മെൻറ്റിലോട്ട് മാറ്റി. അത് കഴിഞ്ഞിട്ട് ആ കുട്ടി ഒരു ദിവസം തന്നെ ഒരു സ്കെച്ചൊക്കെ വരച്ച്. അപ്പോൾ അതൊക്കെ ഭയങ്കര നമുക്ക് ഹാപ്പിനെസ് തരുന്ന ഒരു എന്താ പറയുക ഫാക്ടറാണ്. സ്വയം ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഓക്കെ ഇങ്ങനെ ഒരു ഡിസൈൻ ഉണ്ടാക്കി, ഇത് നല്ലതാണോ, അപ്പോൾ അതിനകത്ത് വേണ്ട ചേഞ്ചസ് പറഞ്ഞു കൊടുത്ത് അവസാനം ആ കുട്ടി റെഡിമെയ്ഡ് സെക്ഷനിലെ ഡിസൈനറായി. നോക്കുമ്പം ആ കുട്ടിക്ക് ഒരു പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ടോ ഇതോ ഒന്നുമില്ല. ഒരു റിസപ്ഷനിസ്റ്റ് ആയിട്ട് കോൾസ് അറ്റൻഡ് ചെയ്യാനും കസ്റ്റമേഴ്സിനെ ഗ്രീറ്റ് ചെയ്യാനും വേണ്ടി മാത്രം വന്ന ഒരു പോസ്റ്റിൽ കുട്ടി വിത്തൗട്ട് എനി പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ട് അതിൻ്റെ പ്യുവർ ടാലൻറ്റും ഡെഡിക്കേഷനും കാരണം ആ ഒരു സെഗ്മെൻറ്റിലെത്തി. അപ്പം എന്താ പറയുക, ടാലൻ്റ് ഉണ്ട്, അത് ഹാർഡ് വർക്കിംഗ് ആണെന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കത് വേണ്ടുന്ന റെക്കഗ്നിഷൻ കൊടുക്കാനും അല്ലെങ്കിൽ ഒരു സാലറി ഹൈക്ക് കൊടുക്കാനും ഒന്നും നമുക്കൊരു മടിയും ഇല്ല. രണ്ടുപേരിൽ ഒരാൾ ക്രിയേറ്റീവ് സൈഡും ഒരാൾ ഐ മീൻ ബിസിനസിന്റെ കംപ്ലീറ്റ് ഓർഗനൈസിങ് സൈഡും നോക്കാൻ പറഞ്ഞാൽ രണ്ടുപേരിൽ ആരേത് ചൂസ് ചെയ്യും? ആൻഡ് വൈ? ക്രിയേറ്റീവ് ഓർഗനൈസർ ആണ്. എല്ലാ കാര്യങ്ങളും അങ്ങനെ അങ്ങനെ തന്നെ വേണം നിർബന്ധം. ഇനി വരാനിരിക്കുന്ന ഒരു ട്രെൻഡ് എന്തായിരിക്കും ഇൻ ടേംസ് ഓഫ് ബിസിനസ്, ക്ലോത്തിങ് ബിസിനസ്? ഇനിയിപ്പം എ ഐയുടെ ഒരു എന്താ പറയുക നെക്സ്റ്റ് ഇൻതിങ് എ ഐ ജനറേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോഷൂട്ട്സും കാര്യങ്ങളും. ഇപ്പം ഒരു ഈവൻ ക്ലയൻറ്റ് വന്നാൽ പോലും ഒരു ഫാബ്രിക് കാണിച്ചിട്ട് എനിക്ക് തോന്നുന്നു ആ ഫാബ്രിക്കിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് എന്താ പറയുക അതൊരു ലെഹങ്കയാക്കി കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ മേ ബി ഇന്ന നമ്മൾ ആ പ്രോംപ്റ്റ് ഒക്കെ കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കസ്റ്റമർക്ക് അങ്ങനെ വിഷ്വലൈസ് ചെയ്ത്, അതായത് ഡിജിറ്റൽ സ്കെച്ചിങ്ങിനെ ഒക്കെ മാറി എ ഐ ജനറേറ്റഡ് പിക്ചർ മേ ബി ക്ലയൻറ്റിൻ്റെ ഫോട്ടോയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെയുള്ള ആ ഒരു തരത്തിലോട്ട് കുറച്ചും കൂടെ കാര്യങ്ങൾ ഈസിയർ ആക്കുന്ന രീതിയിലോട്ട് മാറാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ബിസിനസ്സിൽ ഓരോ പോയിന്റിലും അല്ലെങ്കിൽ ഓരോ സെക്ഷനിലും നിങ്ങൾ ഐഡിയ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കൈൻഡ് ഓഫ് കോസ്റ്റ് ഉണ്ടല്ലോ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, സെയിൽസിലായിക്കോട്ടെ, ഒരു കോസ്റ്റ് ഉണ്ട്. ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഇവിടെ കുറച്ച് കോസ്റ്റ് കട്ട് ചെയ്യാം എന്നൊരു പ്ലാൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റിലായിരിക്കും, എവിടെ കോസ്റ്റ് കുറച്ച് കുറയ്ക്കാൻ പറ്റും? അങ്ങനെ ഒരു കോസ്റ്റ് കട്ടിങ് വരുത്തണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ മെയിനായിട്ടും പ്രൊഡക്ഷനിലായിരിക്കും നമ്മൾ അത് ചെയ്യുക. കാരണം നമ്മളിവിടെ തന്നെ ലോക്കലി ചെയ്യുമ്പോൾ നമ്മുടെ കോസ്റ്റ് ഭയങ്കര ഹൈ ആണ്. അപ്പോൾ അങ്ങനെ ഒരു ഇത് ചെയ്യുകയാണെങ്കിൽ പ്രൊഡക്ഷനിൽ ഒരു കോസ്റ്റ് കട്ടിങ് കൊണ്ടുവരണം. അപ്പോഴേ നമ്മൾക്കും ക്ലയൻസിന് അത് കോസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ലേബൽ എമ്മിലേക്ക് വരുന്ന ഒരു ബ്രൈഡ് എന്ത് എക്സ്പെക്ട് ചെയ്യണം? ഡ്രീം ഔട്ട്ഫിറ്റ്. 10 years later നിങ്ങളെ എവിടെയാണ് കാണുന്നത്? ഞങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സെൽഫ് ടോട്ട് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ഈ 18 years ആയെന്ന് പറഞ്ഞാലും ഇനിയും ഞങ്ങൾ കുറേയും പഠിക്കാനുണ്ട് ഇതിനകത്ത്. ഞങ്ങൾക്ക് ആരും വന്ന് ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതിങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് കോസ്റ്റ് കുറച്ചും കൂടെ കുറയും എന്ന് ആരും ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല. അപ്പം ഇതെല്ലാം ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പോയി അതിനുശേഷം പഠിച്ച് ഇത് ചെയ്ത് വന്നതാണ്. ഒരു മെൻറ്ററോ ഒന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ അനുഭവങ്ങളിൽ നിന്ന് പഠിച്ചെടുത്ത് ആണ് ഈ ഒരു ഇതുവരെ. ഇനിയും ഞങ്ങളുടെ ബേസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ആവാനുണ്ട്. അപ്പോൾ അതൊരു 2 yearsലോട്ട് ഇത് പ്രോപ്പറായിട്ട് ഇതിൻ്റെ സിസ്റ്റം സ്ട്രക്ചർ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഇൻവെസ്റ്ററിനെ നോക്കി ഞങ്ങൾക്ക് ഗ്രോ ചെയ്യാനാണ്. കുറച്ചും കൂടെ ഒന്ന് ഗ്രോത്ത് ആ ഒരു രീതിയിലുള്ള ഒരു ഗ്രോത്ത് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. It was lovely talking to you guys. Thank you so much. Thank you so much for having you both in the Business Cafe show, and thank you so much for your very valuable time. Thank you.